പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഹോശാന ഞായർ അഥവാ പാം സൺഡേ എമ്പാടുമുള്ളവർ ആചരിക്കുന്ന ദിവസമാണല്ലോ. ഇന്നത്തെ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതും ആ ഭാഗമായിരിക്കും. ദ ട്രയംഫൽ എൻട്രി ഓഫ് ജീസസ് ടു ജെറുസലേം, സിറ്റി ഓഫ് പീസ്. കർത്താവിൻ്റെ എൻട്രി, യെരുശലേമിലേക്കുള്ള ട്രയംഫൽ എൻട്രി. യെരുശലേം എന്ന വാക്കിൻ്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട്. സിറ്റി ഓഫ് പീസ്, സമാധാനത്തിൻ്റെ പട്ടണം ആ പേരിൽ അർത്ഥമുള്ള യെരുശലേമിലേക്കുള്ള കർത്താവിൻ്റെ എൻട്രി. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾക്കറിയാം ഈ ഒരു ദിവസം എന്ന് പറയുന്നത് പാഷൻ വീക്കിൻ്റെ തുടക്കമായിട്ടാണ് പറയുന്നത്, അതായത് കഷ്ടാനുഭവ ആഴ്ചയുടെ തുടക്കമായിട്ട്. ഈ പാഷൻ വീക്ക് അഥവാ ഈ കഷ്ടാനുഭവ ആഴ്ചയ്ക്ക് എന്തോരം പ്രാധാന്യമുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് പറയാം. നമ്മളുടെ വേദപുസ്തകത്തിൽ 4 സുവിശേഷങ്ങളുണ്ട്. യേശു കർത്താവിൻ്റെ ചരിത്രം രചിച്ചിട്ടുള്ള ബയോഗ്രഫികളാണത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ ഗോസ്പൽസിലെല്ലാം ആകെ എല്ലാം കൂടെ 89 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. 89 അധ്യായങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് യേശുവിൻ്റെ 30 വയസ്സാകുന്നത് വരെയുള്ള ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്ന 4 അധ്യായങ്ങൾ. ബാക്കി 85 അധ്യായങ്ങൾ യേശുവിൻ്റെ 3.5 വർഷക്കാലത്തെ മിനിസ്ട്രിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ തന്നെ 85-ൽ 29 അധ്യായങ്ങൾ ആ ലാസ്റ്റ് വീക്കിനെ കുറിച്ച് സംസാരിക്കുന്ന, ഈ പാഷൻ വീക്കിനെ കുറിച്ച്, യേശുവിൻ്റെ കഷ്ടാനുഭവം, അതായത് സ്റ്റാർട്ടിങ് ഫ്രം ഈ ട്രയംഫൽ എൻട്രി, യെരുശലേമിലേക്കുള്ള പ്രവേശനം മുതൽ യേശുവിൻ്റെ ക്രൂശീകരണം അടക്കം ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ളത് പറയാൻ 29 അധ്യായങ്ങൾ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 5-ൽ 2 ഭാഗം ഈ ഭാഗം പറയുന്നു, ഈ ലാസ്റ്റ് വീക്കിനെ കുറിച്ച് സംസാരിക്കുക, അവസാനത്തെ ആഴ്ചയെക്കുറിച്ച് യേശുവിൻ്റെ ജീവിതത്തിൽ. അത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 5-ൽ 3 ഭാഗമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണെങ്കിൽ 1/3, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പകുതി ഭാഗം, അതായത് 12-ാം അധ്യായം മുതൽ 21-ാം അധ്യായം വരെ ഈ ലാസ്റ്റ് വീക്കിനെ കുറിച്ച് സംസാരിക്കുന്നത്. സോ യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ മെഡിറ്റേഷനിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, നമ്മൾ ഈ ആഴ്ച കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ചിന്തിക്കും, ഉയർപ്പിനെക്കുറിച്ച് ചിന്തിക്കും. പക്ഷേ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന യേശു ആ ട്രയംഫൽ എൻട്രി, യെരുശലേമിലേക്ക് ഒരു കഴുതപ്പുറത്ത് വരുന്നു, എന്താണ് ശരിക്കും യേശുവിൻ്റെ ക്രൂശീകരണത്തിലേക്ക് നയിച്ചത്, ആ സംഭവമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്, നമ്മൾ ഒരുമിച്ച് ഇത് ധ്യാനിക്കാൻ പോവുകയാണ്. ഓക്കെ, യേശു ഏത് സ്ഥലത്തോട്ടാണ് വരുന്നത്? യെരുശലേമിലേക്കാണ് വരുന്നത്. നമുക്ക് ആദ്യം യേശു താമസിച്ച ആ പ്രദേശത്തിൻ്റെ ഒരു മാപ്പ് ഞാൻ കാണിച്ചിട്ട് പറഞ്ഞു തരാം. യേശു ജീവിച്ച കാലത്തെ ആ പ്രദേശങ്ങൾ ഇങ്ങനെയാണ് തരംതിരിച്ചിരുന്നത്. മുകളിൽ ആ മഞ്ഞ കളറിൽ നിങ്ങൾക്ക് ഗലീല പ്രദേശം കാണാം. യേശു കർത്താവ് ജനിച്ചു വളർന്നത് ഗലീലയിലാണ്, നസ്രത്തിലാണ്. ഓക്കെ, നസ്രത്തുണ്ട്. അതുപോലെ യേശുവിൻ്റെ 3.5 വർഷക്കാലത്തെ മിനിസ്ട്രി ഇല്ലേ, അത് കൂടുതൽ സമയവും അവിടെ തന്നെയായിരുന്നു, ഗലീലയിലായിരുന്നു. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ കബർനൗമുണ്ട്, കോരസിനുണ്ട്, കാനയുണ്ട്, നയീനുണ്ട്. അത് മാത്രമല്ല, ആ യെല്ലോ പോർഷൻ്റെ തൊട്ടടുത്തൊരു ചെറിയ ബ്ലൂ പോർഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഗലീല കടൽ അഥവാ തിബരിയാസ് കടൽ എന്ന് പറയുന്ന ആ ഭാഗത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു കൂടുതലും യേശുവിൻ്റെ മിനിസ്ട്രി. സോ ഗലീല പ്രദേശത്താണ് യേശു കൂടുതലും മിനിസ്ട്രി ചെയ്തത്. എന്നാൽ ഗലീല കഴിഞ്ഞ് സമര്യ കാണാം. സമര്യ കഴിഞ്ഞാണ് ജുഡിയ, യഹൂദ പ്രദേശങ്ങൾ വരുന്നത്. യഹൂദയിലാണ് യെരുശലേം ഉള്ളത്. ഓക്കെ, യെരുശലേം എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റി ഉണ്ട് അവിടെ. അതുമാത്രമല്ല, യെരുശലേമിൻ്റെ തൊട്ടടുത്ത് 2 സ്ഥലങ്ങളും കൂടെ നിങ്ങളിപ്പോൾ ഓർത്തിരിക്കണേ. നിങ്ങൾക്ക് അവിടെ ബെഥനി കാണാൻ സാധിക്കും. ബെഥനിയുടെ അടുത്ത് തന്നെ ബെത്ഫാഗ. 2 സ്ഥലങ്ങളുടെ പേരെന്ന് പറഞ്ഞേ, ബെഥനിയും ബെത്ഫാഗയും, യെരുശലേമിനടുത്തുള്ള. സോ യേശുവിൻ കൂടുതൽ സമയം ഗലീലയിലായിരുന്നു. പക്ഷേ യേശു യെരുശലേമിലേക്കും വരുന്നത് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ യേശു വരുന്ന സമയമെല്ലാം പ്രത്യേക സംഭവങ്ങളോട് ചേർത്താണ് പറയുന്നത്. അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം.
ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് താമസിച്ചിരുന്ന അന്നത്തെ യഹൂദനായിരുന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, യേശുവിൻ്റെ കാലത്ത് എല്ലാ യഹൂദന്മാരും ഈ പ്രദേശങ്ങളിലല്ല താമസിച്ചിരുന്നത്. ഡയസ്പോറ ജ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ബാബിലോൺ അവരുടെ പ്രവാസത്തിന് ശേഷം പല യഹൂദന്മാരും പേർഷ്യൻ സാമ്രാജ്യത്തിൽ താമസിച്ചു തിരിച്ചു വന്നില്ല. അവർ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് യഹൂദന്മാർ താമസിക്കുകയാണ്. പക്ഷെ അവിടെ നിന്നൊക്കെ ആളുകൾ യെരുശലേമിൽ വരും വർഷത്തിൽ പല പ്രാവശ്യം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെരുശലേം അവരുടെ ദേവാലയമുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് അത് അത്ര പ്രധാനമായിരിക്കുന്ന സ്ഥലമാകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാ അഡൽട്ട് മെയിൽ ജ്യൂസും, അതായത് പ്രായപൂർത്തിയായ ആരോഗ്യമുള്ള എല്ലാ യഹൂദ പുരുഷന്മാരും വർഷത്തിൽ അവർക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും വരാം. പക്ഷെ നിർബന്ധമായിട്ടും വരേണ്ട 3 സന്ദർഭങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തേത്, അവരുടെ പല പെരുന്നാളുകളുണ്ടല്ലോ, അതിൽ 3 പെരുന്നാളുകളുടെ സമയത്താണ് ഇവർ നിർബന്ധം വരേണ്ടത്. ഒന്ന് പെസഹ എന്ന് പറയും. പെസഹ പെരുന്നാളിൻ്റെ സമയത്ത് അഡൾട്ട് ജ്യൂസ് എല്ലാം, അത് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വരാം, പക്ഷെ നിർബന്ധമായും പുരുഷന്മാരായിരുന്നു യാത്ര ചെയ്ത് അവിടെ വരേണ്ടത്. അപ്പം യേശുവും ശിഷ്യന്മാരും ഇതുപോലെ യെരുശലേമിലേക്ക് യാത്ര ചെയ്ത് പെരുന്നാളുകളുടെ സമയത്ത് വരുന്നത് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പെസഹ പെരുന്നാൾ എന്ന് പറയുന്നത്, അത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇവരെ ഓർപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഒരു കാലത്ത് മിസ്രൈമിലെ അടിമത്തത്തിലായിരുന്നു. അവരെ ദൈവം വിടുവിച്ച ആ സന്ദർഭം ഓർക്കുവാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഒരു പെസഹ കുഞ്ഞാടിനെ അവർ അറുത്തു. അവർ വാതിൽപ്പടിയിലൊക്കെ രക്തം പുരട്ടി. ആ ദിവസമാണ് ദൈവം അവരെ വിടുവിക്കുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവരെ ആഘോഷിക്കുന്നതാണ് പെസഹ പെരുന്നാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പെസഹ പെരുന്നാളിൻ്റെ ആ സമയത്താണ് യേശു ഈ നമ്മൾ പറയുന്ന പാം സൺഡേ അല്ലെങ്കിൽ ഹോശാന ഞായർ, ആ ഒരു പെസഹ പെരുന്നാളിൻ്റെ അടുത്ത ദിവസമാണ് യേശു ഈ വരുന്നത്. ഓക്കെ, ഏതാനും ദിവസം കഴിഞ്ഞ പെസഹ പെരുന്നാളാണ്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇസ്രയേലിൻ്റെ ഡെലിവറൻസിനായിട്ട് ദൈവം ഒരു പെസഹ കുഞ്ഞാടിനെ ഉപയോഗിച്ചത് സിംബോളിക്കായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും ഉത്സവം പെസഹ അവർ ആചരിക്കുന്ന അതേ ദിവസമാണ് അവർ അറസ്റ്റ് ചെയ്ത് ക്രൂശീകരിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പം പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറക്കപ്പെട്ടത് ഒരു പെസഹ പെരുന്നാൾ ദിവസമായിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. രണ്ടാമത് ഇവർ വരേണ്ട ഉത്സവം എന്ന് പറയുന്നതാണ് പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസം. ഓക്കെ, അതായത് ഈ പെസഹ പെരുന്നാൾ കഴിഞ്ഞ് 50 ദിവസം കഴിയുമ്പം, അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അവരെ ഒരു ജാതിയായിട്ട് രക്ഷിച്ച് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇവർക്ക് നിയമങ്ങൾ കൊടുത്തു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആചരിക്കുന്നതായിരുന്നു പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറയുന്നത്. നമ്മൾക്കറിയാമല്ലോ, ന്യൂ ടെസ്റ്റമെൻറ്റിൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് പെന്തക്കോസ്ത് ദിവസം, ആ പെരുന്നാളിൻ്റെ സമയത്താണ് അവർ അവിടെ കൂടി വന്നതല്ലേ. അപ്പം ഇതും അവിടെ എല്ലാ യഹൂദന്മാരും വരുന്ന ഒരു സമയമാണ് ഈ പെന്തക്കോസ്ത് ദിവസം എന്ന് പറയുന്നത്. ഇനിയും മൂന്നാമത്തേതാണ് കൂടാരപ്പെരുന്നാൾ എന്ന് പറയും. ഈ കൂടാരപ്പെരുന്നാൾ അഥവാ ഫെസ്റ്റിവൽ ഓഫ് ബൂത്ത് എന്ന് പറയും, സുക്കോത്ത് എന്നും പറയാറുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മരുഭൂമി യാത്രയുടെ സമയത്ത് ഇവർക്ക് ദൈവം അത്ഭുതകരമായിട്ട് ഇവരെ മന്ന കൊടുത്ത് പോഷിപ്പിച്ചു. അവരെ മേഘസ്തംഭമായിട്ടും അഗ്നിത്തൂണുമായിട്ട് അവരെ വഴി നടത്തിയ വിധങ്ങൾ എല്ലാം ഓർക്കുകയും ഒപ്പം ഇവർ കൂടാരങ്ങളിലാണ് താമസിച്ചിരുന്നത് ഓർക്കുകയും ചെയ്യുന്നതാണ് ഈ കൂടാരപ്പെരുന്നാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെരുന്നാൾ ആഘോഷിക്കാൻ വരുമ്പോൾ ഇവർ താമസിക്കുന്നത് കൂടാരം അടിച്ച, അവർ ബിൽഡിങ്സിൽ താമസിക്കത്തില്ല, അത് അവർ ആഘോഷിക്കുമായിരുന്നു. സോ ദൈവത്തിൻ്റെ പ്രൊവിഷൻ ആഘോഷിക്കാൻ വേണ്ടി. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇത്രയാണ് ഉണ്ടായിരിക്കേണ്ടത്. ഈ 3 പെരുന്നാളുകൾ എൻ്റെ കൂടെ ഒന്ന് പറയാൻ പറ്റുന്നവർ പറയുക: പെസഹ പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ, കൂടാര പെരുന്നാൾ. ഈ സമയത്തെല്ലാം ഇപ്പം ഗലീലയിൽ താമസിക്കുന്ന പുരുഷന്മാരാണെങ്കിലും അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവരാണെങ്കിലും അവിടെ കൂടി വരും. ഏത് സ്ഥലത്ത്? യെരുശലേം എന്ന് പറയുന്ന സ്ഥലത്ത്. ഇനി അപ്പോസ്തല പ്രവൃത്തി 2:5 ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാവേ. അതായത് പെന്തക്കോസ്ത് ദിവസം ഇങ്ങനെയാണ് പറയുന്നത്: അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ ക്ലിയറാ. ആൻഡ് there were dwelling at Jerusalem Jews, devout men
ഔട്ട് ഓഫ് എവ്രി നേഷൻ അണ്ടർ ഹെവൻ. അതായത് പല ഭാഗത്തു നിന്നുള്ള, പെന്തക്കോസ്ത പെരുന്നാളിൻ്റെ സമയമായതുകൊണ്ട് പല ഭാഗത്തു നിന്നുള്ള യഹൂദന്മാരും ഭക്തിയുള്ള പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അവർ യഹൂദരായിരിക്കില്ല, പക്ഷേ യഹൂദന്മാരുടെ ദൈവത്തെ ഇഷ്ടമുള്ളതും അവരുടെ രീതികളോട് താല്പര്യമുള്ള ഭക്തിയുള്ള ആൾക്കാരെ കുറിച്ചായി പറയുന്നത്. സോ ഹിസ്റ്റോറിയൻസ് പറയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യെരുശലേമിലെ സാധാരണ സമയത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആൾക്കാർ എന്തോരായിരിക്കും എന്നറിയാമോ? ഒരു 25,000 മുതൽ 50,000 ആൾക്കാർ. ഓക്കെ, ഒരു അപ്രോക്സിമേറ്റ് ഇതാ. പക്ഷേ ഈ പെരുന്നാൾ സമയം യെരുശലേമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അത് 1.5 ലക്ഷം മുതൽ 2.5 ലക്ഷം വരെ ആൾക്കാർ. എന്തോരം ഇരട്ടിയാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. അത്രയും ആൾക്കാർ കൂടുന്ന ഒരു സമയമാണ്. ഓക്കെ, അപ്പം യേശു കർത്താവ് ഇവിടെ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം യേശു കർത്താവ് നമ്മൾ ഫസ്റ്റ് പിക്ചറിൽ കണ്ടു. യേശു കർത്താവ് ട്രയംഫൽ എൻട്രിയിൽ കയറി വരുമ്പം 2 കാര്യങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കും. ഒന്ന്, ആളുകൾ എന്ത് വീശിയായിരുന്നു? അവർ വൃക്ഷത്തിൻ്റെ ചില്ലകൾ, കുരുത്തോലകളൊക്കെ വീശിയായിരുന്നു. മാത്രമല്ല, യേശു കർത്താവ് ഒരു കഴുതപ്പുറത്ത് വരുമ്പം അവരുടെ അവരുടെ മേലിൽ ഉടുക്കുന്ന ആ ഉടുപ്പ് ഊരി വഴിയിലെല്ലാം വിരിച്ചിട്ട് യേശുവിനെ സ്വീകരിക്കുന്നു. ഇത് രണ്ടും വലിയ അർത്ഥം വരുന്ന കാര്യങ്ങളാണ്. നമുക്കതൊന്ന് ചിന്തിക്കാമേ. ആക്ച്വലി എന്തിനാ അവരിങ്ങനെ കുരുത്തോല വീശിയെന്ന് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കാം. ലേവ്യ പുസ്തകം 23:30 ഇന്ന് പാസ്റ്റർ പറഞ്ഞായിരുന്നു, കൂടാരപ്പെരുന്നാളിൻ്റെ സമയത്ത് അവർ കുരുത്തോല വീശുമായിരുന്നു. അപ്പോൾ കൂടാരപ്പെരുന്നാൾ എങ്ങനെ ആഘോഷിക്കേണ്ടതെന്ന് ദൈവം അവർക്ക് കൊടുത്ത നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലേവ്യ 23:40 ഇങ്ങനെയാണ്: ആദ്യ ദിവസം ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ഫലവും ഈന്തപ്പനയുടെ കുരുത്തോലയും തഴച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആറ്റലരിയും എടുത്തുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിക്കണം. അപ്പോൾ ഈ കുരുത്തോല അവരെന്തിനാണെന്നറിയാമോ? ദൈവത്തിന് നന്ദി പറയാൻ, ദൈവത്തിനോട് അവരെ മരുഭൂമിയിൽ നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറയാനായിട്ട്, ദൈവം അവരുടെ ദൈവമായിരിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കാൻ, അതിന് സന്തോഷിക്കാൻ അവർ ഉപയോഗിച്ചിരുന്ന ഒരു മാർഗമാണ് ഈ കുരുത്തോല ഇങ്ങനെ വീശുക. വൃക്ഷത്തിൻ്റെ, നല്ല വൃക്ഷം, പ്രത്യേകിച്ച് അവർ യൂസ് ചെയ്തിരുന്നത് വില്ലോസ്, മെർട്ടിൽ ട്രീയുടെ ബ്രാഞ്ചസ് യൂസ് ചെയ്തിരുന്നു. അതുപോലെ ഈന്തപ്പനയുടെ കുരുത്തോലയും യൂസ് ചെയ്തിരുന്നു. ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇങ്ങനെ കുരുത്തോല വീശി കാണിക്കുമ്പോൾ അവർ ഡിക്ലെയർ ചെയ്യുന്ന എന്താണെന്നറിയാമോ? അക്നോളജിങ് ദ കിങ്ഷിപ്പ്, ദൈവം ഞങ്ങളുടെ രാജാവാണെന്ന് പറയുന്നതാണ് ഈ കുരുത്തോല വീശുക. ഇനിയും ആ ഒരു പാരമ്പര്യം ഉള്ളത് കൊണ്ടായിരിക്കാം ഇവരുടെ യഹൂദന്മാരുടെ അനുദിന ജീവിതത്തിൽ കാലക്രമേണ അവരുടെ നാഷണൽ ലൈഫ്, പൊളിറ്റിക്കൽ ലൈഫിലും ഇപ്പോൾ ഒരു രാജാവ് വരുമ്പോഴും അവരെന്ത് കാണിക്കുമായിരുന്നു? കുരുത്തോല കാണിക്കുമായിരുന്നു. ഒരു വിജയത്തിൻ്റെ സൈനായിട്ടും കുരുത്തോല കാണിക്കുമായിരുന്നു. ഓക്കെ, ആക്ച്വലി യേശുവിൻ്റെ സമയമായപ്പം അതൊരു വിക്ടറിയുടെ സൈനായിട്ടാണ് ഇവർ ഈ കുരുത്തോലകൾ ഇങ്ങനെ വീശിക്കൊണ്ടിരുന്നത്. ഇനിയും അതുപോലെ തന്നെ അപ്പം നമ്മൾ മനസ്സിലാക്കുക, അതൊരു കുരുത്തോല വീശിയത് ദൈവം അവർക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടാണ് അവരാ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കണ്ടത് അവർ മറ്റൊരു കാര്യം ചെയ്ത എന്താ? കുരുത്തോല വീശുക മാത്രമല്ല, അവരുടെ വസ്ത്രം ഊരി വഴിയിൽ വിരിച്ച് യേശു കർത്താവ് കഴുതപ്പുറത്ത് വരുമ്പോൾ നടന്നു പോകാൻ. ആക്ച്വലി ഇത് ബഹുമാന സൂചകമായിട്ട് പ്രാചീന കാലങ്ങളിൽ ചെയ്തിരുന്നതാണ്. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ യേഹു രാജാവാകുമ്പോൾ ആളുകൾ വസ്ത്രങ്ങൾ ഊരി വഴിയിൽ വിരിച്ചു എന്നൊക്കെ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്കറിയാം വലിയ VIP-കൾ വരുവാണെങ്കിൽ റെഡ് കാർപ്പറ്റൊക്കെ ഇട്ട് സ്വീകരിക്കുമെന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞതുപോലെ ബഹുമാന സൂചകമായി ഞങ്ങൾ കീഴ്പ്പെടുന്നു, സബ്മിഷൻ്റെ അടയാളമായിട്ടൊക്കെ ചെയ്യുന്നതാണ് ഈ തുണികൾ ഇങ്ങനെ വിരിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, നമുക്കിനി ഈ സംഭവത്തിലോട്ട് വരാം. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ. ഞാൻ ഇന്ന് സംസാരിക്കുമ്പോൾ കുറച്ച് ചരിത്ര കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ നമ്മൾ അറിയണമല്ലോ, ഇത്രയും ഒരു ആഘോഷമായിട്ട് യേശു യെരുശലേമിലേക്ക് ചെന്നിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ എന്തിനാ യേശുവിനെ ക്രൂശിച്ചത്, എന്താ സംഭവിച്ചതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. മത്തായി 21:1 മുതൽ 4 വരെ വായിക്കാമേ. അനന്തരം അവർ യെരുശലേമിനോട് സമീപിച്ചു. ഒലിവ് മര അരികെ ബെത്ഫാഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. ആദ്യം ഞാൻ മാപ്പ് കാണിച്ചപ്പോൾ 2 സ്ഥലങ്ങളുടെ പേര് ഓർത്തിരിക്കാൻ പറഞ്ഞായിരുന്നു. ഒന്ന് ബെഥനി, ഒന്ന്
ബെത്ഫാഗ. ഓക്കെ, ബെത്ഫാഗയിൽ എത്തിയപ്പോഴാണ് യേശു പറഞ്ഞത്, 2 ശിഷ്യന്മാരെ അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി കഴുതനെ കൊണ്ടുവരാൻ പറയുന്നത് അല്ലേ. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവേൻ, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതിയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ കാണും, അവയെ അഴിച്ചു കൊണ്ടുവരുവേൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവേൻ, തൽക്ഷണം അവൻ അവയെ അയക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് 4-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്, സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവീൻ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇത് സംഭവിച്ചു. ഓക്കെ, ഇനിയും നമ്മൾ പറയുന്ന ഈ ട്രയംഫൽ എൻട്രി ഓഫ് ജീസസ് ടു ജെറുസലേം, അല്ലെങ്കിൽ യേശുവിൻ്റെ ആ പ്രവേശനമില്ല, രാജകീയ പ്രവേശനം, ഇതാരാ തുടങ്ങിയത്? ശിഷ്യന്മാരാണോ ഇത് ചെയ്യാൻ പറഞ്ഞത്? അല്ല, നമ്മളിവിടെ വ്യക്തമായി കാണുന്നു, യേശുവാണ് ശിഷ്യന്മാരോട് പറഞ്ഞത് പോയി എന്ത് കൊണ്ടുവരാനായിട്ട്? കഴുതയെ കൊണ്ടുവരാൻ അല്ലേ. ജീസസ് ആണ് അത് ഇനിഷ്യേറ്റ് ചെയ്തത്. അപ്പം അത് കൊണ്ടുവന്ന ഉടനെ തന്നെ നമ്മൾ വായിക്കുന്ന കാര്യം, ശിഷ്യന്മാർ ഉടനെ അത് ചെയ്യുവാണ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നതിലും ഒരു യഹൂദ പശ്ചാത്തലത്തിൽ ജീവിച്ചിരുന്ന അവർക്ക് ഇത് വലിയ സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം അവർക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, രാജാക്കന്മാര് 2 രീതിയിൽ ട്രാവൽ ചെയ്യും. ഓക്കെ, ഒന്ന് കുതിരപ്പുറത്ത് അവർ യാത്ര ചെയ്യാറുണ്ട്, 2 കഴുതപ്പുറത്തും യാത്ര ചെയ്യാറുണ്ട്. ഓക്കെ, ഇതറിയാവുന്ന ശിഷ്യന്മാരാണ് ഇവർ. നിങ്ങൾ അവിടെ വായിച്ചപ്പോൾ കണ്ടു കാണും, അവർ കൊണ്ടുവന്ന ഉടനെ തന്നെ അവരെന്താ ചെയ്യുന്നത്? മത്തായി 21-ന്റെ 6, 7, 8 വാക്യങ്ങളിൽ ഇങ്ങനെയാ പറയുന്നത്, ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. വളരെ സന്തോഷത്തോടെ അവർ ചെയ്യുന്നത്. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു, തങ്ങളുടെ വസ്ത്രം, യേശു പറയുന്നതിന് മുമ്പ് തന്നെ ചെയ്യുകയാണ്, അവയുടെ മേൽ ഇട്ടു. അവൻ കയറി ഇരുന്നു. പുരുഷാരം മിക്ക പേരും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പുവെട്ടി വഴിയിൽ വിതറി. നമ്മളൊരു കാര്യം മനസ്സിലാക്കി, 3.5 വർഷക്കാലം ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുള്ളവരാ. ഒരു ദിവസം യേശു പറയാണ്, കഴുതയെ കൊണ്ടുവരാൻ പറഞ്ഞപ്പം ഇവർക്ക് കാര്യം മനസ്സിലായി. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ശിഷ്യന്മാരെന്നൊക്കെ പറയുന്നത് യഹൂദന്മാരാണ്. യേശുവിൻ്റെ കാലത്തെ യഹൂദ ജനതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവര് സ്വതന്ത്രരായിരുന്നില്ല. അവരെ അമർത്തി ഭരിച്ചിരുന്ന ഒരു റോമൻ ഭരണകൂടം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ ഭരിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ, അതുപോലെ തന്നെ റോമാക്കാർ കീഴിലായിരുന്നു യഹൂദന്മാർ. സ്വാതന്ത്ര്യമില്ലാത്തൊരു ജനതയായിരുന്നു. റോമൻ ജനതയുടെ കീഴിലാന്ന് പറയുമ്പോഴത്തേക്ക് റോമാക്കാർ ഇവരെ ചുങ്കം ചുമത്തി, ഇവരുടെ ജീവിതം ഏറ്റവും സാധാരണക്കാരുടെ ജീവിതം ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു കാലത്തിലായിരുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ജനതയായിരുന്നു. അപ്പം ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ പുറകെ പോകുമ്പോഴും ആദ്യകാലങ്ങളിൽ നിങ്ങൾ ഓർക്കുന്നുണ്ട്, അല്ല, അവസാന സമയം വരെ ഇവർ ചിന്തിച്ച ഒരു കാര്യമുണ്ട്, ഈ യേശു ആയിരിക്കും മശിഹ. അത് അവർ ചിന്തിച്ചത് സത്യം തന്നെയാണ്. പക്ഷേ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇവർ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, യേശു ഞങ്ങളെ ഞങ്ങളെ അന്യായമായിട്ട് ഭരിക്കുന്ന ആ റോമൻ സീസറിൻ്റെ ഭരണത്തെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഇവിടെ ഒരു വിപ്ലവം ഉണ്ടാക്കി ഞങ്ങളെ സ്വതന്ത്രരാക്കി ഒരു വലിയ രാജഭരണം ഞങ്ങൾക്കുണ്ടാകാൻ പോവുകയാണ്. ഞങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച ദാരിദ്ര്യവും ചൂഷണവും ഒക്കെ മാറിയിട്ട് ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഈ കർത്താവ് അല്ലേ, വെള്ളം വീഞ്ഞാക്കുന്നു അല്ലേ, കാറ്റിനെയും കടലിനെ ശാന്തമാക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു. ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു മേഖലയിൽ യേശു അവർക്ക് ഒരു പ്രതീക്ഷയായിരുന്നു, യേശു റോമൻ ഭരണകൂടത്തെ അട്ടിമറിക്കും. അപ്പോൾ ഈ ഒരു ചിന്ത തലയിൽ കടന്നുകൊണ്ട് ഇവർ വേഗം തന്നെ ആ കഴുതയെ കൊണ്ടുവന്നു. കഴുതയുടെ പുറത്ത് തുണിയൊക്കെ വിരിച്ചു. കാരണം ഇവർ ചിന്തിക്കുകയാണ്, ഓ, യേശു രാജാവാകാൻ തീരുമാനിച്ചിരിക്കുന്നുള്ള സന്തോഷമാണ് ഇവരുടെ ശിഷ്യന്മാരുടെ. ഓക്കെ, അപ്പം ആ ഒരു ഇതിലാണ് ഇത് വിരിക്കുന്നു. അത് കഴിയുമ്പോൾ ആളുകളും അതുപോലെ തന്നെ ചെയ്യുന്നത് കണ്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ജനതയ്ക്ക് നന്നായിട്ടറിയാം
ആരെയാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു രാജാവിൻ്റെ ആകാൻ പോണവരെ മാത്രമേ, അല്ലെങ്കിൽ യുദ്ധം ജയിച്ചിട്ട് വരുന്നവരൊക്കെയാണ് ഇങ്ങനെ സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. പക്ഷെ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇവർ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞത്, യേശു വന്നത് ഒരു കഴുതപ്പുറത്തായിരുന്നു. അതിൻ്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് നേരത്തെ കുറച്ച് കഴിഞ്ഞ് ചിന്തിക്കാം. അതിനു മുമ്പ് ഞാനൊരു മാപ്പ് നിങ്ങളെ കാണിച്ചു തരാം. യേശു ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്, റൂട്ട് ഓഫ് ദി ട്രയംഫൽ എൻട്രി. യേശു എത്ര സമയം യാത്ര ചെയ്തു എന്ന് നമുക്കൊന്ന് നോക്കാവേ. നിങ്ങൾ നോക്കിക്കേ, ബെഥനി കണ്ടോ? ഈ ബെഥനി ഞാൻ നോക്കി വെക്കാൻ പറഞ്ഞത്, ബെഥനിയിൽ നടന്ന ഒരു സംഭവമാണ്. പെട്ടെന്ന് ആ ക്രൂശീകരണ ഇൻസിഡൻസ് ഒക്കെ പെട്ടെന്ന് ഫാസ്റ്റ് ആക്കിയ ഒരു സംഭവം. അത് നമുക്ക് ചിന്തിക്കാം. അതിനു മുമ്പ് കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ബെത്ഫാഗെ കണ്ടോ? ബെത്ഫാഗയിൽ വെച്ചാണ് യേശു എന്ത് കൊണ്ടുവരാൻ പറഞ്ഞത്? ആൾക്കാരോട്, ശിഷ്യന്മാരോട് പറഞ്ഞത് കഴുതയെ കൊണ്ടുവരാൻ. എവിടെ വെച്ചാ പറഞ്ഞത്? ബെത്ഫാഗ. ഇനി ബെത്ഫാഗ എന്ന് പറയുന്നത് മൗണ്ട് ഓഫ് ഒലിവ്സ്, ഒലിവ് മലയിലെ ഒരു ചെറിയ ഗ്രാമമാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ആ റൂട്ട് കാണാമോ? അവിടെ നിന്ന് ഇങ്ങനെ പോയി താഴോട്ട് വരുമ്പം ഗത്സമന തോട്ടമുണ്ട്, ഗാർഡൻ ഓഫ് ഗത്സമനെ. അത് കഴിഞ്ഞ് കിദ്രോൻ തോട് കഴിഞ്ഞാൽ യെരുശലേമിലോട്ട് കയറുകയാണ്. അതായത് ബെത്ഫാഗയിൽ നിന്ന് യെരുശലേമിൻ്റെ അവിടം വരെ എത്ര ദൂരമാണെന്നറിയാം? ഒരു 1.5 കിലോമീറ്റർ. ഇത്രയും ദൂരമാണ് യേശു കഴുതപ്പുറത്ത് യാത്ര ചെയ്തു വരുന്നത്. അപ്പം ബെത്ഫാഗയിൽ നിന്ന് ആ കഴുതപ്പുറത്ത് യാത്ര ചെയ്തു വരുന്ന സമയത്താണ് ആളുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ കുരുത്തോല വീശി കാണിക്കുന്നത്, ഈ തുണികളൊക്കെ ഇങ്ങനെ വിരിച്ച് യേശുവിനെ സ്വീകരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പം കർത്താവ് ഇവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആ കഴുത ഇങ്ങ് കൊണ്ടുപോവാ, ആ കഴുതയെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെന്ന്. സോ ശിഷ്യന്മാർക്ക് അത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ പോലും ശിഷ്യന്മാരുടെ ഉള്ളിൽ വലിയ സന്തോഷമായി. യേശു രാജാവായിട്ട് ഇനിയും പ്രവേശിക്കാൻ പോവാ. അതും എങ്ങോട്ടാ പോകുന്നത്? രാജനഗരിയെ, ദാവീദിൻ്റെ രാജനഗരിയെ, ദാവീദിൻ്റെ രാജ്യത്തിലെ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് ദാവീദ് പ്രഖ്യാപിച്ച നഗരമാണ് യെരുശലേം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മത്തായി 21:9 യേശു കർത്താവ് ഇങ്ങനെ വരുന്ന സമയത്ത് എന്താ അവിടെ ആർത്തുകൊണ്ടിരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാമേ. ആളുകൾ ഇങ്ങനെ ആർക്കുന്നത്, മുമ്പും പിമ്പും നടന്ന പുരുഷാരം. നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ വരുന്നുണ്ടെങ്കിൽ അത് നോക്കി വായിക്കാം കേട്ടോ. പുരുഷാരം, ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. ഹോശന്ന എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ രക്ഷിക്കണമേ, സേവസ്. ലിറ്ററൽ മീനിങ് അതാ, ഞങ്ങളെ രക്ഷിക്കണമേ, സഹായിക്കണമേ എന്നുള്ള അവരുടേതാണ്. ഇനിയും ഹോശന്ന എന്നുള്ള അത് അവർ വേർഷിപ്പിലും ഉപയോഗിച്ചിരുന്നു. കാരണം അത്യുന്നതങ്ങളിൽ ഹോശന്ന, രക്ഷ വരുന്നത് എവിടെ നിന്നാണെന്ന് അക്നോളജ് ചെയ്തുകൊണ്ട്, ഞങ്ങൾക്ക് ഉയരത്തിൽ നിന്ന് സർവശക്തനായ ദൈവത്തിൽ നിന്നാണ് രക്ഷ വരുന്നത്. അതാണ് അത്യുന്നതങ്ങളിൽ ഹോശന്ന. സോ ഹോശന്ന എന്ന് പറയുന്നത് ഒരേ സമയം ഇറ്റ്സ് എ പ്ലീഡ് ഫോർ മേഴ്സി, അത് കരുണയ്ക്കും സഹായത്തിനും വേണ്ടിയുള്ള യാചനയായിരിക്കുമ്പോൾ തന്നെ രക്ഷ വരുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വാക്കുമാണ് ഹോശന്ന. അത്യുന്നതങ്ങളിൽ ഹോശന്ന, അത്യുന്നതങ്ങളിൽ ഹോശന്ന. അപ്പൊ ഇവര് ആർത്തുകൊണ്ടിരിക്കുന്ന എന്താ? ആളുകൾ ആർക്കുകയാണ്, ദാവീദ് പുത്രന് ഹോശന്ന, അത്യുന്നതങ്ങളിൽ ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഇനി നമ്മളുടെ പോലെയുള്ള പശ്ചാത്തലമുള്ള ആൾക്കാരല്ല അവിടെ നിന്ന് വിളിച്ചതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ ജനങ്ങളെന്ന് പറയുന്നത് ശക്തമായ യഹൂദ പശ്ചാത്തലമുള്ളവരാ. അവര് ഈ ദേവാലയത്തിൽ ആരാധനയ്ക്കൊക്കെ പോകുമ്പോൾ പാടുന്ന ഒരു പാട്ടിൻ്റെ ഒരു ഭാഗമാണത്. സങ്കീർത്തനം 118 25, 26 വാക്യങ്ങളാണ് അവർ വായിച്ചുകൊണ്ടിരിക്കുന്നത്. യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അതാണ് അവരാ പാടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഹോശന്ന ഉപയോഗിച്ചേക്കുന്നത് അതാണ് അവരാ പാടുന്നത്. ദാവീദ് പുത്രന് ഹോശന്ന, അത്യുന്നതന് ഹോശന്ന എന്നിവരെ ഈ ജനം ആർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ നോക്കാം. അപ്പോൾ അവർ നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്നറിയാമോ? ഒരു രാജാവ് വരികയാണ്. എങ്ങനെയാണ് വരുന്നത്? ഓൺ എ ഡോങ്കി. ഇനി ആ ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, 2 രീതിയിൽ രാജാക്കന്മാർ ട്രാവൽ ചെയ്യാറുണ്ട് പ്രാചീന കാലങ്ങളിൽ. ഒന്ന് കുതിരപ്പുറത്ത്, ഒന്ന് കഴുതപ്പുറത്ത്. യേശു
വ്യക്തമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കഴുതയെ തെരഞ്ഞെടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഒന്നാമത് രാജാക്കന്മാർ കുതിരപ്പുറത്ത് വരാറുണ്ട്. എപ്പോഴാണ് വരുന്നതെന്നറിയാമോ? പ്രാചീന കാലങ്ങളിൽ യുദ്ധത്തിനായിട്ട് വരുമ്പം, അല്ലെങ്കിൽ അവരുടെ പവർ ഡിസ്പ്ലേ വരുമ്പം, അല്ലെങ്കിൽ യുദ്ധം ജയിച്ചു കഴിഞ്ഞിട്ട് വിക്ടോറിയസ് ആയിട്ട് പോകുമ്പം അവർ കുതിരപ്പുറത്ത് വരും. ഓക്കെ, സോ അവരുടെ ഒരു പവറിൻ്റെ കാണിക്കാനുള്ള അതോറിറ്റി കാണിക്കുന്ന സാധനമാണ് ഈ കുതിരപ്പുറത്ത് വരിക എന്ന് പറയുന്നത്. എന്നാൽ സെക്കറിയാവ് 9:9 പറയുന്നത് പോലെ, സിയോൻ പുത്രിയെ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്ത് വരുന്നു. അതായത് രാജാക്കന്മാർ കഴുതപ്പുറത്ത് ട്രാവൽ ചെയ്യുന്ന എപ്പോഴാണെന്നറിയാമോ? അതായത് ഒരു വഴക്കിന് ഉദ്ദേശമില്ല, സമാധാനം എന്ന ഇൻറ്റൻഷനോടുകൂടി ഒരു സ്ഥലത്ത് പ്രവേശിക്കുമ്പോഴാണ് എന്ത് പോവുള്ളൂ? കഴുതപ്പുറത്ത്. ആക്രമിക്കാൻ പോകുന്നതല്ല കഴുതപ്പുറത്ത് പോകുന്നത്. ഒരു സ്ഥലത്തേക്ക് എന്തിന് പ്രവേശിക്കുമ്പോഴാണ്? സമാധാനത്തിനായിട്ട് പ്രവേശിക്കുമ്പോഴാണ് കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നത്. സോ ആ ജനങ്ങൾക്കിത് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യെരുശലേം എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു. അതിൻ്റെ അറിയപ്പെട്ടിരുന്നത് സമാധാനത്തിൻ്റെ, അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം സമാധാനത്തിൻ്റെ നഗരം, ജെറുസലേം. ഓക്കെ, ഫൗണ്ടേഷൻ ഓഫ് പീസ് അങ്ങനെയും പറയാം. ഓക്കെ, സിറ്റി ഓഫ് പീസ്. സോ ഈ സമാധാനത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന യെരുശലേമിലേക്കാണ് യേശു എന്തിൽ വരുന്നത്? കഴുതപ്പുറത്ത്, സമാധാനത്തിൻ്റെ രാജാവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പ്രിൻസ് ഓഫ് പീസ് അല്ലേ. പക്ഷേ ഇവിടെ ഒരു അയണിയുണ്ട് കേട്ടോ. യെരുശലേം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ നഗരമെന്ന് പേര് ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും എന്താ പറയുന്നത്, അസമാധാനത്തിൻ്റെയും കലാപത്തിൻ്റെയൊക്കെ സമയമായിരുന്നു അതെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇത്രയും നമ്മളിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, യേശുവിൻ്റെ ശിഷ്യന്മാർ, സാധാരണ ജനങ്ങൾ യേശുവിനെ ആരായിട്ട് അംഗീകരിക്കുന്നത്? ഒരു രാജാവായിട്ട് അംഗീകരിച്ചുകൊണ്ട് യെരുശലേമിലോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഏതാനും ദിവസങ്ങൾ, വിരലിൽ എണ്ണാവുന്ന ദിവസം കഴിഞ്ഞപ്പോൾ യേശുവിനെ ക്രൂശിക്കുന്നതും നമുക്ക് കാണാം. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് ഈ ദിവസത്തെ സംഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാവേ. അതായത് യെരുശലേമിലേക്ക് യേശു കയറുമ്പോൾ യെരുശലേമിൽ മെയിനായിട്ട് 3 പവർ സെൻറ്റേഴ്സ് ഉണ്ട്, അധികാര കേന്ദ്രങ്ങളുണ്ടായിരുന്നു. 3 പവർ സെൻറ്റേഴ്സ്. ഓക്കെ, ആ സെൻറ്റേഴ്സിനെ പിടിച്ചു കുലുക്കുക, അധികാര കേന്ദ്രങ്ങളെ പിടിച്ചു കുലുക്കിക്കൊണ്ടാണ് യേശു അങ്ങോട്ട് കടന്നു ചെല്ലുന്നതെന്നും കൂടെ നമ്മൾ ഓർക്കണം. നമുക്ക് ഓരോരുത്തരെയായിട്ടൊന്ന് നോക്കാം. ഒന്നാമത് ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഒന്ന്, യേശുവിനെ ക്രൂശീകരിക്കാനായിട്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം വിധിക്കുവാനായിട്ട്, അതായത് ന്യായവിസ്താരത്തിനായിട്ട് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ യേശു നിൽക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ടാകും. ഹെരോദ് അന്തിപ്പസ് ഇതാരായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹെരോദ് അന്തിപ്പസ് എന്ന് പറയുന്നത് നമുക്കറിയാം. യേശു ജനിച്ച സമയത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു അല്ലേ. വിദ്വാൻമാർ ആ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്നിട്ട് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചു. ആ രാജാവിൻ്റെ പേര് ഓർക്കുന്നുണ്ടോ? മഹാനായ ഹെരോദാവ് അല്ലേ. ആ മഹാനായ ഹെരോദാവ് എന്നറിയപ്പെട്ട വ്യക്തിയുടെ പുത്രനാണ് ഹെരോദ് അന്തിപ്പസ്. ഓക്കെ, ഈ മഹാനായ ഹെരോദാവിനെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുതരാം. എന്താണ് യേശു ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, എന്നിട്ടും എന്തിനാ ക്രൂശിച്ച് ഏറ്റവും നീചമായ മരണം കൊടുത്തത്? അതിൻ്റെ റൂട്ട്സിലോട്ട് നമ്മളൊന്ന് പോകാൻ ശ്രമിക്കുക, കുറച്ചെങ്കിലും ഒക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട്. ഈ മഹാനായ ഹെരോദാവ്, ഓക്കെ, യഹൂദന്മാരുടെ രാജാവായിട്ട് ആ സമയത്ത് യേശു ജനിച്ചപ്പോൾ ഇരുന്ന ആളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ യഹൂദന്മാർ ആ കാലഘട്ടത്തിൽ അവർ അടിമത്തത്തിലായിരുന്നു റോമാക്കാരുടെ. ആക്ച്വലി റോമാക്കാർ യേശു ജനിക്കുന്നതിന് ഒരു 63 വർഷം മുമ്പ്, ഓക്കെ, BC 63 അവിടെ റോമൻ സൈന്യം കയറുന്നത് യെരുശലേമിലേക്ക്. ഈ യഹൂദന്മാരുടെ ചരിത്രം പഠിക്കുമ്പോഴത്തേക്ക് ബാബിലോൺ പ്രവാസം എന്ന് പറയും. അതായത് നെബുക്കദ്നേസർ ഇവരുടെ രാജ്യത്തെയൊക്കെ നശിപ്പിച്ച് അവർ പ്രവാസത്തിൽ പോയി. അത് കഴിഞ്ഞ് പേർഷ്യക്കാരുടെ കീഴിലായിരുന്നു ഇവർ സ്വതന്ത്രമായിട്ട് ഇവർക്ക് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഗ്രീക്കുകാർ, അലക്സാണ്ടർ ചക്രവർത്തിയുടെ കീഴിലുള്ളവർ ഭരിച്ചു ഇവരെ. അത് കഴിഞ്ഞിട്ട് അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചു കഴിഞ്ഞപ്പം സെല്യൂസിഡ്, അതും ഒരു ഗ്രീക്ക് ഡൈനസ്റ്റിയാണ്, അവരിവരെ ഭരിച്ചു.
സെല്യൂസിഡ് ഡൈനസ്റ്റിയിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അന്ത്യോക്കസ് എപ്പിഫാനസ് എന്ന് പറയും. ഓക്കെ, അദ്ദേഹം വളരെ മോശമായിട്ട് യഹൂദന്മാരോട് പെരുമാറിയ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ യഹൂദന്മാരോട് ഏറ്റവും വലിയ സെൻറ്റിമെൻ്റ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ദേവാലയമായിരുന്നേ. ഈ സെല്യൂസിഡ് ആ ഡൈനസ്റ്റി, ആ അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറഞ്ഞ ആൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് സംഭവിച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹം എല്ലാവരെയും ഈ യഹൂദന്മാരുടെ ആ ആചാരങ്ങൾ, രീതികളൊക്കെ അടിച്ചമർത്താൻ ശ്രമിക്കുക മാത്രമല്ല, അദ്ദേഹം ചെയ്ത കാര്യം യഹൂദ ദേവാലയത്തിൻ്റെ അകത്ത് പോയിട്ട് പന്നിയെ സാക്രിഫൈസ് ചെയ്തു. അത് അവർക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. അത് അവരുടെ സെൻറ്റിമെൻസിനെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ. അപ്പം അവിടെ ഒരു ആ സമയത്തെ ഒരു ചീഫ് പ്രീസ്റ്റ് ഉണ്ടായിരുന്നു, മഹാപുരോഹിതൻ. അദ്ദേഹത്തിൻ്റെ പേര് മറ്റത്യാസ് എന്നായിരുന്നു. മറ്റത്യാസ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആ യാഗങ്ങൾ, വേറെ യാഗങ്ങൾ ചെയ്യാൻ ഈ ചക്രവർത്തി പ്രേരിപ്പിച്ചു കഴിഞ്ഞപ്പം അത് ചെയ്യാൻ തുനിഞ്ഞു പോയ ഒരു യഹൂദനെ അവിടെ വെച്ച് കൊല്ലുകയും വേറൊരു ഒഫീഷ്യലിനെ കൊല്ലുകയും ചെയ്തത്. അതിനുശേഷം ഇവിടെ ഒരു മക്കാബിയൻ റിവോൾട്ട് എന്ന് പറഞ്ഞ മക്കാബിയൻ വിപ്ലവം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഓക്കെ, അതിൽ മെയിനായിട്ടൊരു റോള് വഹിച്ച ആൾ ഈ മത്തത്യാസ് ആയിരുന്നു. മത്തത്യാസിൻ്റെ മകനുണ്ട് ജൂദസ് മക്കബിയാസ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഈ യെരുശലേം ദേവാലയത്തിൻ്റെ അധികാരം പിടിച്ചെടുത്തു. ഞാനിത് പറഞ്ഞ എന്തിനാ വെച്ചാൽ, വളരെ കുറച്ചു വർഷം മാത്രമേ അവരുടെ ആ ചരിത്രത്തിൽ ഈ മക്കാബിയൻ റിവോൾട്ടിന് ശേഷം ഹാസ്മോനിയൻ ഡൈനസ്റ്റി ഇവരെ ഭരിച്ച സമയത്ത് യഹൂദന്മാർക്ക് അതായത് യഹൂദന്മാർ ഭരിച്ചിട്ടുള്ളൂ. പക്ഷേ റോമാക്കാരുടെ സൈന്യം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ, എനിക്ക് ഫുൾ സ്റ്റോറി പറയണമെന്ന്, പക്ഷെ ഒത്തിരി സമയം എടുക്കുകയും എല്ലാവർക്കും അത് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ചായിട്ട് പറഞ്ഞുതരാം. അവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ഒരു രാജാവിനെ, അതിനെ വേണമെങ്കിൽ വേറെ ഒരു പപ്പറ്റ് കിങ് എന്ന് പറയാം, ഹെരോദ് എന്ന് പറഞ്ഞ ഇയാൾ ഭയങ്കര പൊളിറ്റിക്കൽ ടാക്ടിക്സ് അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇദ്ദേഹം ആക്ച്വലി യഹൂദനല്ലായിരുന്നു, എദോമ്യനായിരുന്നു. എന്നിട്ട് യഹൂദന്മാരുടെ രാജാവായിട്ട് ഏദോമ്യനായ ഹെരോദാവിനെ നിയമിച്ചു. അത് 40 BC സംഭവിക്കുന്ന. 37 BC ആയപ്പോൾ അവസാനത്തെ ഹാസ്മോനിയൻ ഡൈനസ്റ്റിയിലുള്ള രാജാവിനെയും ഹെരോദ് ഇല്ലാതാക്കിയിട്ട് 37 BC മുതൽ ഇദ്ദേഹം ഭരിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് ഒരു അധികാരഭ്രമം പിടിച്ച ആളായിരുന്നു ഈ മഹാനായ ഹെരോദ. പ്രാചീന കാലത്തെ രാജാക്കന്മാരുടെ ചരിത്രങ്ങളൊക്കെ വളരെ നമ്മളെ ഷോക്കടിപ്പിക്കുന്നത്. ഈ രാജാവുണ്ടല്ലോ, സ്വന്തം മക്കൾ 3 പേരെ തന്നെ അധികാരം ഇവന്മാർ തട്ടിയെടുക്കുമെന്ന് പേടിച്ച് കൊന്നുകളയുകയും സ്വന്തം ഭാര്യ മറിയമിനെ കൊന്നുകളഞ്ഞ വ്യക്തിയായിരുന്നു ഈ മഹാനായ ഹെരോദ് എന്ന് പറയുന്നത്. യേശു കർത്താവ് ജനിച്ചു കഴിഞ്ഞ് വിദ്വാൻമാർ അവിടെ അന്വേഷിച്ചു വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് നമുക്കറിയാം. റാമയിൽ ഒരു വലിയ നിലവിളി കേൾക്കാൻ ഇടയാക്കിയ അനേകം കുഞ്ഞുങ്ങളെ കൂട്ടുകുരുതി ചെയ്ത മനുഷ്യനുമായിരുന്നു ഈ മഹാനായ ഹെരോദാവ്. പക്ഷെ എങ്ങനെ ഇദ്ദേഹത്തിന് മഹാനായ ഹെരോദാവ് എന്ന് യഹൂദന്മാർ വിളിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഹെരോദാവ് മഹാനായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയാളുടെ രാഷ്ട്രീയ തന്ത്രമായിരുന്നു. അദ്ദേഹം ഒരു യഹൂദനല്ലാതിരുന്നിട്ടും ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തിട്ടും ജനസമ്മതി നേടിയെടുത്തത് എങ്ങനെയാണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോയ ബുദ്ധി. അദ്ദേഹം അവർക്ക് വേണ്ടി വലിയ വലിയ കോട്ടകൾ പണിയാൻ തുടങ്ങി. മസാദ കോട്ട, ഹെരോദിത്തസ് കോട്ട. മാത്രമല്ല, അവരുടെ ഏറ്റവും വലിയ സെൻറ്റിമെൻ്റായ യേശു ജനിക്കുന്ന കാലത്ത് സംഭവിച്ച കാര്യമാണ് നമുക്കറിയാം. ബാബിലോണിയർ ആദ്യത്തെ ശലോമോൻ പണിത ദേവാലയം നശിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പേർഷ്യൻ ചക്രവർത്തി കൽപ്പന കൊടുത്തിട്ട് സെരുബാബേലാണ് രണ്ടാമത്തെ ദേവാലയം അവരുടെ പണിയുന്നത്. പക്ഷേ ഈ ഹെരോദാവ് ചെയ്തത് എന്താണെന്നറിയാമോ? സെരുബാബേൽ രണ്ടാമത് പണിത ദേവാലയം അത്ര ഗമ പോരായിരുന്നു. ഹെരോദാവ് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു കോംപ്ലക്സ് ഇല്ലേ, മറ്റേ യെരുശലേം ദേവാലയം എന്ന് പറയുന്ന ആ സ്ഥലം അദ്ദേഹം അതിനെ അങ്ങ് വിസ്താരമാക്കി. യേശു ജനിച്ച കാലത്തും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ മഹാനായ ഹെരോദാവ് എന്ന് ഇവർ വിളിച്ച ആ രാജാവുണ്ടല്ലോ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഹൂദന്മാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമായിരുന്നു ഈ. പക്ഷെ അതിന് അദ്ദേഹം ശരിക്കും അങ്ങ് പൈസ മുടക്കി. ഈ ഒരു ദേവാലയത്തിനെ നമ്മൾ ചിന്തിക്കരുത്, നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ചെറിയൊരു വള്ളി പോലെ അല്ല. 36 ഏക്കറിലാണ് ഹെരോദാവിൻ്റെ യെരുശലേം ദേവാലയം അദ്ദേഹം മോടി പിടിപ്പിച്ചത്. 36 ഏക്കറിൽ. ഓക്കെ, അത് പണിതത് വെൺകല്ലും ഗോൾഡും വെച്ചിട്ടുള്ള മതിലുകൾ. ഓക്കെ, അതിൻ്റെ
മതിലുകൾ അങ്ങനെയാണ് പണിതിരുന്നത്. അത് മാത്രമല്ല, ഈ ദേവാലയത്തിന് ചുറ്റും അദ്ദേഹം പോർട്ടിക്കോസ് പണിയാൻ തുടങ്ങി. പോർട്ടിക്കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശലോമോൻ്റെ മണ്ഡപം, നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ വായിക്കുന്ന ശലോമോൻ്റെ മണ്ഡപം, പലർക്ക് ഇരിക്കാനുള്ളത്. അതായത് യഹൂദന്മാർക്ക് ഇരിക്കാൻ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ, ലേഡീസിന് ഇരിക്കാൻ, ജാതികളായിട്ട് വരുന്നവർക്ക് ഔട്ടർ റൂംസ്, ഇങ്ങനെ ഒത്തിരി തരത്തിൽ 36 ഏക്കറിൽ കിടക്കുന്ന. ഇതിനെക്കുറിച്ച് ജോസിഫസ് എന്ന് പറയുന്ന ചരിത്രകാരൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, താഴെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വെട്ടിത്തിളങ്ങും, ഈ വെൺകല്ലും മാർബിളും ഗോൾഡും എല്ലാം വെച്ചിട്ട്. അങ്ങനെ ഒരു സൗധമാണ് ഇദ്ദേഹം പണിതു കൊടുത്തത്. സോ അവരുടെ ആ യഹൂദരുടെ സെന്റിമെന്റ്സിനെ തൊട്ടത് ഇങ്ങനെ, അവർക്ക് വേണ്ട ഒരു സാധനം ഇദ്ദേഹം അങ്ങ് പണിതു കൊടുത്തു. ഈ മഹാനായ ഹെരോദാവിൻ്റെ എന്ന് പറഞ്ഞ മകനായിരുന്നു ഹെരോദ് അന്തിപ്പാസ്. അദ്ദേഹം BC 4 മരിച്ചുപോയി. സോ അത് കഴിഞ്ഞിട്ട് വന്ന ആളാണ് ഈ ഹെരോദ് അന്തിപ്പാസ്. അപ്പൻ്റെ അത്രയും ക്രൂക്കഡ് അല്ലായിരുന്നെങ്കിലും അത്ര മോശക്കാരനായിരുന്നില്ല. യോഹന്നാൻ സ്നാപകൻ്റെ തല വെട്ടിയത് ഇദ്ദേഹമായിരുന്നു. യേശുവിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. യേശു ഗലീലയിൽ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഭരണാധികാരിയാണ് ഈ ഹെരോദ് അന്തിപ്പാസ്. ഓക്കെ, നോക്ക്, യോഹന്നാൻ സ്നാപകൻ്റെ തല വെട്ടിക്കഴിഞ്ഞ് യേശുവിനെ കുറിച്ച് കേട്ടപ്പം ഒരിക്കൽ ആളെ വിളിച്ച് അന്വേഷിപ്പിച്ചു, നീ യോഹന്നാൻ സ്നാപകൻ എങ്ങാനും ഉയർത്തെഴുന്നേറ്റ് വന്നാണോ? ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ എവിടെയോ ഒരു പേടിയുണ്ടായിരുന്നു. ഇവരാണ് യഹൂദനല്ലാതിരുന്നിട്ടും യഹൂദന്മാരുടെ രാജാവായിട്ടിരിക്കുന്ന രാജവംശം, ഹെരോദ് അന്തിപ്പാസ്, ഹെരോദ് കുടുംബം. മഹാനായ ഹെരോദ് കഴിഞ്ഞ് ഹെരോദ് അന്തിപ്പാസ്. സോ യെരുശലേമിൽ യേശു ട്രയംഫൽ എൻട്രിക്ക് കയറി വരുന്ന, ആ കഴുതപ്പുറത്ത് വരുന്ന സമയത്തുണ്ടല്ലോ, ഹെരോദ് അന്തിപ്പാസ് യെരുശലേമിലുണ്ട്. എന്താണെന്നറിയാമോ? എല്ലാ യഹൂദന്മാരും അവിടെ വരേണ്ട സമയത്തിലൊന്നാണ് ഈ പെസഹായുടെ ആ ഉത്സവത്തിൻ്റെ സമയത്താണ് യേശു കർത്താവ് കയറി വരുന്നത്. നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞു 25,000 മുതൽ 50,000 വരെ പോപ്പുലേഷനുള്ള സ്ഥലം 1.5 ലക്ഷം മുതൽ 2 ലക്ഷം ആൾക്കാർ വരെ ആകും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഇവർ ആചരിക്കുന്ന എന്താ ഉത്സവമാണെന്നറിയോ? പെസഹായാണ്. പെസഹ എന്തിൻ്റെ ഓർമ്മയാ? ഇവരെ മിസ്രൈമി ഒപ്രഷനിൽ നിന്ന് വിടുവിച്ചതിൻ്റെ ഓർമ്മയാ. ഈ സമയത്തെങ്ങാനും ഇവരുടെ ഇടയിൽ ഒരു ആശയം കയറി വരികയാണ്, ഞങ്ങൾക്ക് റോമക്കാർക്കെതിരെ പോരാടാമെന്നുള്ള ചിന്ത കയറി വന്ന് വിപ്ലവങ്ങൾ ഉണ്ടാവുമോ എന്ന് ഭയന്ന് റോമൻ സൈന്യത്തെ അവിടെ വിന്യസിക്കുന്ന സമയമാണ്. അവിടെ ഏറ്റവും മെയിൻ ലീഡേഴ്സ്, അതുകൊണ്ട് ഹെരോദ് അന്തിപ്പാസൊക്കെ അവിടെ ആ സമയത്ത് യെരുശലേമിൽ വന്നത്. രണ്ടാമത് യേശുവിൻ്റെ ആ എൻട്രി, യെരുശലേമിലേക്കുള്ള രാജാവായിട്ട് ഉള്ള എൻട്രി പിടിച്ചു കുലുക്കിയത് മറ്റൊരു കൂട്ടരെയായിരുന്നു. ഇവരുടെ പേര് നമുക്ക് കുറച്ചും കൂടെ പരിചയമുണ്ട്. മഹാപുരോഹിതന്മാരായ ഹന്നാവും കയ്യഫാവും. ഓക്കെ, ഈ ഒരു കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം യെരുശലേം ദേവാലയം പണിത് കഴിഞ്ഞപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ സമാഗമന കൂടാരം മുതൽ ദേവാലയത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ലേവ്യ ഗോത്രത്തിൽ നിന്നുമുള്ള, നമുക്കറിയാം, അഹരോൻ്റെ മക്കളായിട്ടുള്ളവരാണ്. സോ അവരുടെ സ്പിരിച്വൽ ഇത് നോക്കിയായിരുന്നു ആ തെരഞ്ഞെടുപ്പുകൾ മഹാപുരോഹിതനും പുരോഹിതനുമൊക്കെ ആയിരുന്നത്. മാത്രമല്ല, ഒരാൾ മഹാപുരോഹിതനായി കഴിഞ്ഞാൽ അയാൾ ആയുഷ്കാലം മഹാപുരോഹിതനാണ്, മറ്റൊരാളാവത്തില്ല. ഓക്കെ, പക്ഷെ യേശുവിൻ്റെ കാലത്ത് നമ്മൾ കാണുന്നു ഇവരെ മഹാപുരോഹിതന്മാരായ ഹന്നാവും കയ്യഫാവും എന്നും വിളിക്കുന്നത്. ഇവിടെയും ഒരു രാഷ്ട്രീയ കളിയാണ് നമ്മൾ കാണുന്നത്. ദേവാലയം, യെരുശലേം ദേവാലയം എല്ലാ ജാതികൾക്കും പ്രാർത്ഥിക്കാനൊരു സ്ഥലം, എല്ലാ ജാതികൾക്കും പ്രാർത്ഥിക്കാനുള്ളൊരു സ്ഥലം, അതായിരുന്നു ദൈവത്തിൻ്റെ സ്വപ്നം. ദാവീദിൻ്റെ സ്വപ്നവും അങ്ങനെയായിരുന്നു, ദേവാലയം, ആളുകൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനൊരു സ്ഥലം. പക്ഷേ ഒരു കച്ചവട കേന്ദ്രമായി മാറിയിട്ടുണ്ടായിരുന്നു ആ സമയമായപ്പോഴത്തേക്ക്. കാലം അങ്ങോട്ട് പോയപ്പം ഹെരോദ രാജാവ് അത് മിനുക്കി പണിയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും യെരുശലേമിലോട്ട് കയറുമ്പം യെരുശലേം ദേവാലയത്തിൽ ഏറ്റവും മുകളിലിരിക്കുന്ന 2 പേരാണ് ഈ ഹന്നാവും കയ്യഫാവും. ഇവരാരാന്ന് പറഞ്ഞു തരാം. അതായത് റോമൻ സെനറ്റിനെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നന്നായിട്ട് മണിയടിച്ച് പൊളിറ്റിക്കൽ പവർ, ഒരു ലേവി കുടുംബത്തിൽ നിന്നൊക്കെയുള്ള തന്നെ, പക്ഷേ അർഹിക്കാത്ത കാര്യം പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ട് മഹാപുരോഹിതനായ വ്യക്തിയായിരുന്നു കയ്യഫാവ്. ഞാൻ നേരത്തെ പറഞ്ഞു അന്നാസ് ആദ്യം. ഓക്കെ, അന്നാസ് മഹാപുരോഹിതനായി. പക്ഷേ അവർ ലൈഫ് ടൈം കൊടുക്കത്തില്ല മഹാപുരോഹിതനായിട്ട്. എന്തിനാണെന്നറിയാമോ? റോമാക്കാർക്ക് പേടിയാ, കൂടുതൽ സമയം ഇരുന്ന് കഴിഞ്ഞാൽ അവരെങ്ങാനും ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അവർ പോരാടിയാലോ എന്ന് പേടിച്ചിട്ട് കുറച്ച് വർഷമായി കഴിയുമ്പോൾ മാറ്റിക്കളയും. പക്ഷേ ഹന്നാസ് എന്ന് പറയുന്നത് താൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ട് നേടിയെടുത്ത മഹാപുരോഹിത പട്ടവുമായിട്ട്
യെരൂശലേം ദേവാലയത്തിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന മനുഷ്യനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടേ, റോമൻ ഭരണകൂടം അടിച്ചമർത്തുമ്പോഴും സുഖ സൗകര്യത്തിൽ ജീവിച്ചിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എന്ന് പറയുന്നത്. ദേവാലയം ഭരിച്ചിരുന്നവർ. മതം അവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മാർഗവുമായിരുന്നു ആ കാലത്ത്. സോ ഹന്നാസ്, ഇനി കയ്യഫാവ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ 15 വർഷം കഴിഞ്ഞപ്പോൾ മാറണം എന്ന് പറഞ്ഞപ്പം പുള്ളി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പുള്ളി എന്ത് ചെയ്തെന്നറിയാമോ? ഒന്നെങ്കിലും മക്കളെ അല്ലെങ്കിൽ മരുമോനെ. പുള്ളിയുടെ 5 മക്കളും മഹാപുരോഹിതന്മാരായിട്ട് കുറച്ച് നാൾ സെർവ് ചെയ്തിട്ടുണ്ട്. കയ്യഫാവ് മകളുടെ ഭർത്താവ്, മരുമകനായിരുന്നു. കുടുംബം വിട്ട് കളിക്കത്തില്ല, കുടുംബത്തിൻ്റെ കയ്യിൽ അധികാരം പിടിപ്പിക്കും. സോ യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് കയ്യഫാവാണ്, മരുമോനാണ് മഹാപുരോഹിതൻ. പക്ഷെ പുള്ളി നേരത്തെ ആയിരുന്നതുകൊണ്ട് നമുക്കറിയാം, യേശുവിനെ ആദ്യം വിസ്തരിക്കാൻ കൊണ്ടുവരുന്ന മഹാപുരോഹിതൻ്റെ ആൾക്കാർ കൊണ്ടുവരുന്നത് ഹന്നാസിൻ്റെ അരമനയിലോട്ടാണ്, അല്ലേ? ഹന്നാസിൻ്റെ അരമനയിൽ മന്നവാനി വിധിക്കപ്പെട്ടു, അല്ലേ? ഇവരാണ് ഈ ഭരണം നടത്തിക്കൊണ്ട് ദേവാലയം. നമുക്കറിയാം, പിറ്റേ ദിവസം യേശുവിൻ്റെ ആ ട്രയംഫൽ എൻട്രി നടന്നതിൻ്റെ പിറ്റേ ദിവസം നടന്ന ഒരു സംഭവം, ഞാൻ ഓർഡറിലല്ല മാറിയാ പറയുന്നതെങ്കിലും അതിന് ഭയങ്കര സിഗ്നിഫിക്കൻസ് ഉണ്ട്. യേശു ദേവാലയത്തിലോട്ട് കയറിയിട്ട് പിറ്റേ ദിവസം എല്ലാം തലേദിവസം എല്ലാം കണ്ടു, ആ ട്രയംഫൽ എൻട്രിയുടെ ദിവസം. പിറ്റേ ദിവസം യേശു ചെയ്ത ഒരു കാര്യമുണ്ട്. പിറ്റേ ദിവസം ദേവാലയത്തിൽ കടന്ന് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു. അന്നാസും കയ്യഫാവും കൈയടക്കി വെച്ചിരുന്ന യെരൂശലേം ദേവാലയത്തിലോട്ട് യേശു കയറുകയാണ്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ടേ, ഇവിടെയാണ് ആ ക്രൂശീകരണത്തിൻ്റെ. യേശു യെരൂശലേം ദേവാലയത്തിലോട്ട് കടക്കുന്നു. അവിടെ ചെന്നിട്ട് വിൽക്കുന്നവരും വാങ്ങുന്നവരെല്ലാം ഓടിച്ചു വിടുക യേശു കർത്താവ്. അത് കഴിഞ്ഞ് പൊൻവാണിഭക്കാരുടെ മേശകളും മറിച്ചിടുന്നു. എന്താ അവിടെ സംഭവിക്കുന്നത്? നമ്മൾ ഒരു സുവിശേഷത്തിൽ വായിക്കുന്ന യേശു പിന്നെ ആളുകളെ പെസഹായ്ക്കുള്ള കുഞ്ഞാടുമായിട്ട് കയറിപ്പോകാൻ സമ്മതിക്കുന്നില്ല. എന്താ അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞുതരാം. ദേവാലയത്തിൽ സാക്രിഫൈസസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇവരുടെ രാഷ്ട്രീയ കുതന്ത്രങ്ങളും പൊളിറ്റിക്കൽ കുബുത്തികളും ഒക്കെ കൂടെ ചേർന്ന് ഇതൊരു ബിസിനസ്സാക്കി. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 25,000-50,000 ആൾക്കാരുള്ള യെരൂശലേമിൽ പെസഹ പെരുന്നാൾ ആകുമ്പോഴത്തേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. ഇവരെല്ലാം പല സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവരെല്ലാം പല സ്ഥലത്തിൽ നിന്നുള്ള, നമ്മൾ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്നാണെന്നറിയാമോ? അവിടുത്തെ കറൻസി നമ്മുടെ കയ്യിൽ വേണം, അല്ലേ? നമ്മൾ ഇന്ത്യയിൽ നിന്ന് US-ലോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താ? റുപ്പി കറൻസി നമ്മൾ ഡോളർ ആക്കും, അല്ലേ? അവിടെ ചെന്നൊരു എന്തെങ്കിലും പൈസ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അവിടുത്തെ കറൻസി വേണം. ഇവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് ടിറിയൻ സിൽവർ, ഓക്കെ, ടിറിയൻ സിൽവർ എന്ന് പറഞ്ഞാൽ ടൈർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടാകുന്ന കോയിൻസ്, ആ സിൽവർ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വെള്ളി നാണയങ്ങളാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ള, അതായത് 94% വെള്ളിയുള്ള ആ നാണയങ്ങൾ മാത്രമേ ദേവാലയത്തിലെ ദേവാലയം ടാക്സ് എല്ലാവരും കൊടുക്കണമായിരുന്നു. ആ ടാക്സ് ഇടണമെങ്കിൽ ദേവാലയത്തിൽ ശുദ്ധിയുള്ള വെള്ളി വേണം എന്ന് പറഞ്ഞു 94% പ്യൂരിറ്റിയുള്ള ടിറിയൻ സിൽവർ കൊണ്ടുള്ള കോയിൻസ് മാത്രമേ ദേവാലയത്തിൽ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ലക്ഷക്കണക്കിന് ആൾക്കാർ പല സ്ഥലത്തു നിന്ന് വന്നിരിക്കുക, അവരുടെ കയ്യിൽ നാണയങ്ങളുണ്ട്, അതിലൊക്കെ ചെമ്പ് ചേർന്ന കോപ്പർ ചേർന്നാന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ നാണയങ്ങൾ തന്നിട്ട് നിങ്ങൾക്ക് ടിറിയൻ സിൽവർ മേടിക്കാം. പക്ഷെ അവിടെ നല്ല ചൂഷണം നടന്നു. ഇവരുടെ ഇന്ന് കൂടുതൽ നാണയം കൈപ്പറ്റിയിട്ട് ടിറിയൻ സിൽവർ കൊടുത്ത് ദേവാലയത്തിൽ ശുദ്ധിയുള്ളതിടണമെന്ന് പറഞ്ഞ് ഏറ്റവും അശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവൾ ചെയ്തു. അവിടെ വരുന്ന പിൽഗ്രിംസിനെ, ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ വരുന്ന ആളുകളെ ഇവർ ചൂഷണം ചെയ്യാൻ തുടങ്ങി. അതുമാത്രമല്ല, പെസഹായ്ക്ക് അവിടെ വരുമ്പോൾ ആടിനെ അറക്കണമല്ലോ. ദൂരേന്ന് വരുന്നവർ ഒരു പക്ഷേ ആടിനെ കൊണ്ട് വന്നാലും പ്രാവിനെ കൊണ്ട് ഇവർ അംഗീകരിക്കില്ലേ. അവിടെ ഇങ്ങനെ ആൾക്കാരിരിക്കും. അതായത് അതിൻ്റെ നിയമം എങ്ങനെയായിരുന്നു? ഒരു കുഞ്ഞാടിനെയോ അല്ലെങ്കിൽ ആടിനെയോ മൃഗത്തെയോ യാഗം അർപ്പിക്കണേ, അതിന് ഒരു കുഴപ്പവും പാടില്ല. ഇവർ നോക്കിയിട്ട് ഒരു കുഴപ്പം ഇല്ലെങ്കിലും പറയും കുഴപ്പമുണ്ടെന്ന് പറയും. അതിൻ്റെ ചെവി ചരിഞ്ഞായിരിക്കുന്ന പറ്റത്തില്ല. ഞങ്ങളുടെ അതായത് ആ ദേവാലയത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ആൾക്കാരിരിക്കും, ആ ജാതികൾ വരുന്ന സ്ഥലത്ത്. എന്നിട്ട് പറയും, ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച മൃഗങ്ങളെ ഇവിടെ ദേവാലയത്തിൽ യാഗത്തിന് സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയും. ഞങ്ങളുടെ കയ്യിൽ നിന്നെടുത്ത നാണയങ്ങൾ മാത്രമേ ഇവിടെ ഇടാൻ പറ്റുള്ളൂ. ഇങ്ങനെ
ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നവരെ പിഴിഞ്ഞ് പിഴിഞ്ഞ് എന്ത് ചെയ്യാണ്? പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ടോപ്പിലിരിക്കുന്ന ആരാണ്? ഹന്നാവും കയ്യഫാവും. ഇവരുടെ ആളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. യേശു പിറ്റേ ദിവസം വന്ന് ഇതങ്ങോട്ട് മറിച്ചിട്ടപ്പം ഹന്നാസും കയ്യഫാവിനും ഒരു കാര്യം മനസ്സിലായി, ഞങ്ങളുടെ വേരിളകുകയാണെന്ന്. അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. അതാ മഹാപുരോഹിതന്മാരുടെ ആൾക്കാർ വന്ന് യേശുവിനെ രാത്രിയിൽ വന്ന് പിടിക്കുന്നതിൻ്റെ കാരണം. ആ ക്രൂശീകരണത്തിലോട്ട് നടത്തിയ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ പറയാം. സോ ഹന്നാസിൻ്റെ കയ്യഫാവിൻ്റെ ആകെ ഇടിഞ്ഞു, ഞങ്ങളുടെ ഇതെല്ലാം മറിച്ചിടുന്നവനാണോ ഇവൻ എന്നുള്ളൊരു ചിന്ത. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ബെഥനി എന്ന് പറഞ്ഞ ഒരു സ്ഥലം നിങ്ങൾ ഓർത്തു വെക്കണമെന്ന്. ബെത്ഫാഗയ്ക്കും യെരുശലേമിനും അടുത്ത്, യെരുശലേമിൽ നിന്നൊരു 2 മൈൽ ദൂരത്ത് കിടക്കുന്ന സ്ഥലമാണ് ബെഥനി. അവിടെ ചില നാളുകൾക്ക് മുമ്പ് ഒരു സംഭവം നടന്നായിരുന്നു. എന്താണെന്നറിയാമോ? അവിടെ യേശുവിൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു, ലാസർ മരിച്ചായിരുന്നു. പക്ഷെ 4-ാം ദിവസം യേശു ലാസറിനെ ഉയർപ്പിച്ചു. ഇത്രയും നാൾ ഗലീലയിലായിരുന്നു യേശു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, ദേവാലയത്തിൻ്റെ അടുത്തൊന്നും അല്ല. അപ്പം മതപുരോഹിതന്മാർക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ബെഥനിയിൽ ഈ അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 11:47. ചില നാളുകൾക്ക് മുമ്പ് നടക്കുന്ന സംഭവമാണ്. പലരും അവൻ ചെയ്തത് കണ്ട് അവനിൽ വിശ്വസിച്ചു. ഹന്നാവും കയ്യഫുമാണ് സ്പിരിച്വാലിറ്റിയുടെ, ആത്മീയതയുടെ അവസാന വാക്കെന്ന് പറഞ്ഞ് കുമ്പിട്ടുകൊണ്ട് അവരുടെ ചൂഷണങ്ങൾ സഹിച്ചുകൊണ്ടിരുന്ന ജനം തിരിയുകയാണ്. വായിച്ചു കേൾക്കാവേ. മറിയയുടെ 11:47. മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി, നാം എന്തു ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. ഇവരുടെ ഉള്ളിൽ ഭയമായി. 4 ദിവസമായിട്ട് മരിച്ചു കിടന്ന ഒരാളെയാണ് പുറത്തു കൊണ്ടുവന്നത്. ആ അത്ഭുതം യെരുശലേം വരെ എത്തി ന്യൂസ്. ഇവർക്ക് പേടിയാകാൻ തുടങ്ങി. അയ്യോ, ഇനിയിപ്പം ഞങ്ങളുടെ വിട്ടിട്ട് ഈ യേശുവിൻ്റെ പുറകെ ആളുകൾ പോകുമല്ലോ. 11:48 ഇങ്ങനെ, അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും കൈവശമാക്കും. എന്തുകൊണ്ട് അവരങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ? യേശുവിൻ്റെ കൂടെ എല്ലാ ആൾക്കാരും ചേർന്ന് കഴിഞ്ഞാൽ ഒരു അപകടമുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിനെന്ന പോലെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, 5 അപ്പം കണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ യേശുവിനെ രാജാവാക്കാൻ നോക്കിയ ആൾക്കാർ യേശുവിനോട് പറയും, എല്ലാവരും കൂടെ ഞങ്ങളുടെ രാജാവാക. അങ്ങനെ ഒരു അപ്രൈസിങ്ങിനെ കുറിച്ച് ഒരു യഹൂദൻ ഇവിടെ രാജാവാകാൻ ശ്രമിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ റോമൻ പടയാളികൾ അവിടെ ഇറങ്ങും. അവർക്ക് പിന്നെ ദേവാലയം എന്നോ ഒന്നുമില്ല, അവരടിച്ച് നിരപ്പാക്കും ആ വിപ്ലവത്തെ. അപ്പം ഇവർക്ക് പേടിയാണ് ഞങ്ങളുടെ അധികാരം പോകുക എന്നുള്ളത്. 11:50 ഇങ്ങനെയാണ് പറയുന്നത്, ജനം അപ്പം 11:49. അപ്പം അവരിൽ ഒരുത്തൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവ് തന്നെ. ജീവിതകാലം മുഴുവനായിരുന്നു മഹാപുരോഹിതൻ്റെ ശുശ്രൂഷ. പക്ഷേ ഈ പൊളിറ്റിക്കൽ ഇത് കാരണം ആ വർഷത്തേക്കായിരുന്നു കയ്യഫാവായിരുന്നത്. അവരോട്, നിങ്ങളൊന്നും അറിയുന്നില്ല, ജനം മുഴുവൻ നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യനെ ജാതിക്കു വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നതുമില്ല. കയ്യഫാവിൻ്റെ ബുദ്ധി പറയാണ്, നമ്മളെല്ലാവരും കൂടി റോമാക്കാരുടെ അടിയിൽ പെട്ടുപോകാതിരിക്കാൻ ഒരാളെ അങ്ങ് തട്ടിയാൽ മതിയല്ലോ. ഇവിടെ നിന്നാണ് യേശുവിനെ കൊടുക്കാൻ ആരെയാണ് അന്വേഷിക്കേണ്ടതെന്നുള്ള ഇവരുടെ ചിന്ത പോകുന്നത്. അങ്ങനെയാണ് ഇവർ യൂദാസ് ഇസ്കറിയോത്തിലോട്ടൊക്കെ എത്തുന്നത്. 11:53 ഇങ്ങനെയാണ് പറയുന്നത്, എന്നു മുതൽ ലാസറിനെ ഉയർപ്പിച്ച ദിവസം മുതൽ അവർ യേശുവിനെ കൊല്ലുവാൻ ആലോചിച്ചു. ഇനി 12-ാം അധ്യായത്തിൻ്റെ 17 മുതലൊന്ന് വായിക്കാം. അവൻ ഈ അടയാളം ചെയ്തു എന്ന് പുരുഷാരം കേട്ടിട്ട് അവനെ എതിരേറ്റു ചെന്നു. ഇത് സംഭവം എന്താണെന്നറിയാമോ? ട്രയംഫൽ എൻട്രിയുടെ ടൈമാണ്. ആൾക്കാർ ഇങ്ങനെ യേശുവിനെ എതിരേൽക്കാൻ ചെല്ലുക. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ, പെസഹ സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ വന്നേക്കുന്നത്. ഇവരെല്ലാം അറിയുകയാണ്, ഈ ദേവാലയത്തിലുള്ള ഹന്നാവും കയ്യഫാവുവിനെ പോലെ ഒന്നുമല്ല, ഇവിടെ ഒരു യേശു ഉണ്ട്. യേശു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, കുരുടര് കാണുന്നു, മുടന്തര് നടക്കുന്നു, വെള്ളം വീഞ്ഞാക്കി കടലിൻ മീതെ നടന്നു. ഇവരെ അത്ഭുതങ്ങൾ കേൾക്കും. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച് ഇതൊക്കെ കേട്ട്
കേട്ട് കഴിഞ്ഞപ്പോൾ ജനം ഇവരുടെ പുറകെ പോവുകയാണ്. അതിൻ്റെ അടുത്ത വാക്യം എങ്ങനെയാണ് പറയുന്നത്? ആകയാൽ പരീശന്മാർ തമ്മിൽ നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഇതിലും വലിയൊരു അടിയുണ്ടോ? നിങ്ങൾ നോക്കിക്കേ, പെരുന്നാളിന് കുറച്ച് ഗ്രീക്കുകാർ അവിടെ വന്നിരുന്നു, യവനന്മാരായിട്ടുള്ളവര്. അവർ യെരുശലേം ദേവാലയത്തിൽ ആരാധിക്കാൻ വന്നവർ യെരുശലേം ദേവാലയമൊക്കെ വിട്ടിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്ക് പോയിട്ട് പറയാം, ഞങ്ങൾക്ക് ആ യേശുവിനെ ഒന്ന് കാണണമെന്ന്. ഇത് ആ ലീഡേഴ്സിനുണ്ടാക്കിയ ഷോക്ക് കുറച്ചൊന്നുമല്ല അല്ലേ? അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെയാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ട്രയംഫൽ എൻട്രി. അത് ഒരു ഞായറാഴ്ച സംഭവിക്കുന്നു. പിറ്റേ ദിവസം അതെല്ലാം മറിച്ചിടുന്ന അല്ലേ, പൊൻവാണി ഭക്കാരെയും എല്ലാം യേശു അവിടുന്ന് ഓടിക്കുന്ന ആ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നു. അതിൻ്റെ അടുത്ത ദിവസം ട്യൂസ്ഡേ ആയപ്പോഴത്തേക്ക് യേശു അവിടെ ഇരുന്ന് വലിയ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട് പരീശന്മാർക്കെതിരെ. അവരെ ശാസിച്ചുകൊണ്ട് അവരോടൊക്കെ വളരെ ഇങ്ങനെ ആർഗ്യൂ ചെയ്യുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. വെനസ്ഡേയിലെ സംഭവങ്ങൾ നമുക്കറിയില്ല. തേഴ്സ്ഡേ ആണ് യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ ത്രെറ്റ്, ആദ്യത്തേത് ഹെരോദിന് യേശു ഒരു ത്രെറ്റായിരുന്നെങ്കിൽ രണ്ടാമത് ഹന്നാവിനും കയ്യഫാവിനും യേശു വലിയൊരു ത്രെറ്റായിരുന്നു. മൂന്നാമതാണ് റോമാക്കാർക്ക്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റോമൻ ഭരണത്തിൽ നിൽക്കുന്ന ഈ യെരുശലേമിൽ ഫുള്ള് റോമൻ പടയാളികളുണ്ട് ഈ യേശു പെസഹായ്ക്ക് അവിടെ കയറുന്ന സമയത്ത്. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റോമൻ ഗവർണറായ പൊന്തിയോസ് പീലാത്തോസും ഉണ്ട്. പക്ഷേ പൊന്തിയോസ് പീലാത്തോസ് ആദ്യം പറയുന്നത് ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? അവർ നോക്കുമ്പം യേശു കഴുതപ്പുറത്താണ് വന്നത്. കഴുതപ്പുറത്ത് വരുന്നത് റിവോൾട്ടിനല്ല, കഴുതപ്പുറത്ത് വരുന്ന ഒരു ആയുധവുമായിട്ടല്ല വരുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു കുതിരപ്പുറത്ത് വന്നേനെ. സോ അതുകൊണ്ടാണ് അവർ ആ സമയത്ത് യേശുവിനെ നിയന്ത്രിക്കാത്തത്. പക്ഷേ മഹാപുരോഹിതൻ്റെ ആൾക്കാർ യേശുവിനെ അറസ്റ്റ് ചെയ്തിട്ട് റോമാക്കാരുടെ മുമ്പിൽ ഇട്ടുകൊണ്ട് കൊടുക്കുകയാണ്, ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് മനസ്സിലായോ? ഇപ്പം ആളുകൾ മുഴുവൻ യേശുവിനെ ഒരു രാജാവായിട്ട് അംഗീകരിക്കുന്ന സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലൂക്കോസ് 19:37 ഇങ്ങനെയാണ് പറയുന്നത്, അവൻ ഒലിവുമലയുടെ ഇറക്കത്തിൽ അടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവർത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ. ഈ ശിഷ്യന്മാരെ ഇത്രയും സന്തോഷമായിട്ട് അത്യുച്ചത്തിൽ ആ ഒലിവുമല ഇങ്ങനെ ഇറങ്ങി വന്ന് യെരുശലേമിലോട്ട് കയറുന്നതിന് മുമ്പുണ്ടല്ലോ, ശിഷ്യന്മാർ അവർ ഒന്നാമത്തെ ദിവസം തൊട്ട് യേശുവിന് കാണിച്ച അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഈ നിൽക്കുന്ന ജനങ്ങളോട് ഇങ്ങനെ ഒരു ഒച്ചയിൽ വിളിച്ചു പറയാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. ആ ട്രയംഫൽ എൻട്രി നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ, അവിടെ ഹോഷന്നായുണ്ട്, അത്യുന്നതങ്ങളിൽ ഹോഷന്ന എന്ന് പറഞ്ഞ ആളുകൾ ആർക്കുന്നു, ശിഷ്യന്മാർ യേശുവിനെ കുറിച്ചുള്ള എല്ലാം വിളിച്ചു പറയുന്നു. സോ അവിടെ ഒരു ശരിക്കും ഒരു വിക്ടർ പോലെ യേശു യെരുശലേമിലേക്ക് കയറുകയാണ്. എന്നാൽ ഈ ട്രയംഫൽ എൻട്രിയിൽ നമ്മൾ മിസ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു കാര്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ മെസ്സേജ് നിർത്താം. എന്താണെന്നറിയാമോ? ട്രയംഫൽ എൻട്രിയിൽ ആ രാജകീയ പ്രവേശനത്തിന് യേശു യെരുശലേമിനോട് അടുക്കാറായപ്പോൾ യേശു ഉറക്ക കരഞ്ഞു. ആ ആഴ്ച യേശു 2 പ്രാവശ്യം ഇതുപോലെ നിലവിളിച്ചിട്ടുണ്ട്. ഒന്ന്, യെരുശലേമിനോട് അടുക്കാറായപ്പോൾ. 2, യെരുശലേം ദേവാലയത്തിൽ തൻ്റെ ലാസ്റ്റ് പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങാറായപ്പോഴും യേശു ഒന്ന് വാവിട്ട് കരഞ്ഞു. നമുക്ക് ആ 2 ഭാഗങ്ങളും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തേത് ലൂക്കോസ് 19:41 മുതൽ 44 വരെ. അപ്പോൾ ഈ ആളുകളെല്ലാം വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഇപ്പം യേശുവിനെ രാജാവാക്കി അങ്ങ് കൊണ്ടുപോയാൽ, യേശു അത്ഭുതം ചെയ്യുന്ന ആളല്ലേ, യേശു അവരെ എല്ലാം മാറ്റി ഞങ്ങൾക്കൊരു പുതിയ രാജ്യം ഇവിടെ ഉണ്ടാക്കി തരും. പക്ഷേ യെരുശലേമിൻ്റെ ആ ഇത് കണ്ടപ്പം, സമാധാനത്തിൻ്റെ പട്ടണം എന്നറിയപ്പെടുന്ന യെരുശലേം കണ്ടപ്പം യേശു കരയാൻ തുടങ്ങി. എന്താ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു.
യെരുശലേം വിചാരിച്ചു, യെരുശലേമിലാണ് ദേവാലയം, ഞങ്ങൾ സമാധാനത്തിൻ്റെ പട്ടണം. പക്ഷെ യേശു കരയുകയാണ് യെരുശലേമിന് വരാൻ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഓർത്തുകൊണ്ട്. ഇപ്പോഴോ ഇത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു, നിന്റെ സന്ദർശനകാലം നീ അറിയാത്തത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാലു പുറത്തു ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം നിനക്ക് വരും. യേശു കരഞ്ഞത് ഏകദേശം AD 30-കളിലാണെന്ന് നമുക്കറിയാം അല്ലേ. അത് കഴിഞ്ഞിട്ട് അപ്പോഴും യെരുശലേം ദേവാലയത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന് നോക്കണം. അപ്പൻ തുടങ്ങി വെച്ച റിനോവേഷൻ വർക്ക് ഹെരോദ് അന്തിപ്പാസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ദേവാലയം മിനുക്കി വന്നുകൊണ്ടിരിക്കുക. സോ അവർ വിചാരിക്കുകയാണ് ഈ ദേവാലയമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടുത്തെ ഏറ്റവും ശക്തരായ ജനമാകുന്നു. പക്ഷേ യേശു കരയുകയാണ് യെരുശലേമിന് സംഭവിച്ചത് എന്താണെന്നറിയാമോ? AD 63 ഇതിൻ്റെ കംപ്ലീഷൻ ആവുന്നത്, ആ പണിയൊക്കെ തീരുന്നത്. യേശു മരിച്ചൊക്കെ വർഷങ്ങൾക്ക് ശേഷം. പക്ഷേ AD 66 മുതൽ AD 73 വരെ ജൂയിഷ് റിവോൾട്ട് അഗൈൻസ്റ്റ് റോം, ആ ഒരു സംഭവം നടക്കുകയാണ്. അതായത് യെരുശലേമിൽ റോമിനെതിരെ ശക്തമായിട്ടുള്ള വികാരം. അതിനുശേഷം സംഭവിച്ചത് ടൈറ്റസ് എന്ന് പറയുന്ന റോമൻ ജനറൽ. നമ്മൾ ആ യെരുശലേമിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇത്രയും മഹത്തായ ഒരു ദേവാലയം അവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ അവിടെ യെരുശലേമിൽ ചെന്നാൽ അതിൻ്റെ ഒരു വെസ്റ്റേൺ വാൾ, പടിഞ്ഞാറ് ഭാഗത്തുള്ളൊരു മതിലിൻ്റെ ഭാഗം മാത്രമേ അവിടെ കാണാൻ പറ്റുള്ളൂ, ഒന്നുമില്ല അവിടെ. എന്താ സംഭവിച്ചത്? AD 60 റോമൻ ജനറലായ ടൈറ്റസ്, വെസ്പേഷ്യൻ ചക്രവർത്തിയുടെ മകൻ അവിടെ ആക്രമിച്ചു. ഇവരും തിരിച്ചാക്രമിച്ചു. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര പോരാട്ടമായിരുന്നു. പക്ഷേ അതിൽ ദയനീയമായിട്ട് ഇവർ പരാജയപ്പെടുക മാത്രമല്ല, ലക്ഷക്കണക്കിന് യഹൂദന്മാർ കൊല്ലപ്പെടുകയും പ്രവാസികളായിട്ട് പോകേണ്ടിയും വരും. മാത്രമല്ല, ചുട്ടരിക്കപ്പെട്ട ആ സ്ഥലം, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ആ ദേവാലയം അവർ ഇളക്കി മറിച്ചു കളഞ്ഞു, ഒന്നുമില്ലാതാക്കി. അങ്ങനെയാണ് യഹൂദന് നാട് നഷ്ടപ്പെട്ടു പോയത്. അവരുടെ ദേവാലയം അവർക്ക് നഷ്ടപ്പെട്ടു. ഇതിനും കുറച്ച് വർഷം മുമ്പ് കർത്താവ് നിലവിളിച്ചത്. ഓക്കെ, കർത്താവ് പറയാണ്, നിന്റെ സന്ദർശനകാലം നീ തിരിച്ചറിഞ്ഞില്ലല്ലോ. സമാധാനത്തിനായി രാജാവായിട്ട് വന്ന ആ യേശുവിനെ അതേ യെരുശലേമിലാണ് ഈ ഒരു സംഭവം നടക്കുന്നതിന് ചില വർഷങ്ങൾക്ക് മുമ്പ് 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ഹന്നാസിൻ്റെയും കയ്യഫാവിൻ്റെയും കുബുത്തിയിൽ ഒതിച്ച് ഹെരോദ് അന്തിപ്പാസിനെ ഇവർ കൂട്ടുപിടിച്ച് പൊന്തിയോസ് പിലാത്തോസിനെയും അവരുടെ വരുതിയിലാക്കി. അതായത് അവർ പറഞ്ഞ ഇതാണ്, യേശു യഹൂദന്മാരുടെ രാജാവായിട്ട് ഇവിടെ പ്രവേശിക്കാൻ പോവുകയാണ്, ഇവനെ അടക്കിയില്ലെങ്കിൽ ശരിയാവില്ല. രാജ്യദ്രോഹ കുറ്റം ചുമത്തി പിലാത്തോസ് കൈ കഴുകി കാണിച്ചായിരുന്നു അല്ലേ, മനുഷ്യനുള്ള ഒരു കുറ്റവും കാണുന്നില്ലെന്ന്. പക്ഷെ പിന്നെ എന്തിനാ ക്രൂശിച്ചത്? ഹന്നാസും കയ്യഫാവും ഇളക്കി വിട്ട ജനം അല്ല, ഇവനെ ക്രൂശിക്കാന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. അവർക്ക് അവരുടെ അധികാരം നിലനിർത്തണമായിരുന്നു. ഹെരോദ് അന്തിപ്പാസിന്റെ അടുക്കലോട്ട് പിലാത്തോസ് വിട്ടുനോക്കി. എന്തിനാണെന്നറിയാമോ? ഗലീല ഭരിക്കുന്ന ഹെരോദ് അന്തിപ്പാസാ. പുള്ളി വിധിച്ചാൽ റോമാക്കാർക്കെതിരെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ദേഷ്യം വരില്ലെന്ന് വിചാരിച്ച. പക്ഷെ അതും നടന്നില്ല. ഈ ഒരു 3 പവർ സെൻറ്റേഴ്സിൻ്റെ കൈ കഴുകലിൻ്റെയും വക്രബുദ്ധിയുടെയും ഫലമായിട്ട്, എന്നാൽ അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നെന്നറിയാം. ഇതാ ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടി അറുക്കപ്പെടാൻ പോകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ യേശു യെരുശലേമിലേക്ക് കയറി അല്ലേ, ആ ട്രയംഫൽ എൻട്രി ദിവസം ഒരു രാജാവായിട്ട്. പക്ഷേ യേശു 2 ദിവസം കഴിഞ്ഞ് ദേവാലയത്തിലിരുന്ന് തൻ്റെ അവസാനത്തെ പ്രസംഗം ചെയ്യുകയാണ്. അവരോട് ആരാണ് രാജാവെന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്നാൽ യോഹന്നാൻ എങ്ങനെയാണ് പറയുന്നത്? അവൻ സ്വന്തത്തിലേക്ക് വന്നു. യഹൂദന്മാരെ ദൈവം തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു? അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു? ലോകത്തിനൊരു വെളിച്ചമാകാൻ, സത്യവെളിച്ചമായ യേശുവിനെ കൊണ്ടുവരാൻ ഒരു ജനതയായിരുന്നു. പക്ഷെ സ്വന്തത്തിലുള്ളവരോ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അത് യെരുശലേമിൽ നടന്ന ആ യാഗത്തിലൂടെ. ഞാൻ പറഞ്ഞു, രണ്ടാമതൊരു പ്രാവശ്യം കൂടെ യേശു നിലവിളിച്ചു. എവിടെയാണെന്നറിയാവും? മത്തായി 23:37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ എങ്ങനെയാണ്? യേശു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. യേശു ഈ ട്രയംഫൽ എൻട്രിയും കഴിഞ്ഞ് തൻ്റെ പ്രസംഗങ്ങളും കഴിഞ്ഞ്
അങ്ങനെ ഉറക്കം നിലവിളിക്കുന്ന യേശുവിനെ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? യേശു ഇങ്ങനെ കരയുന്ന, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. അത് എത്രയോ വർഷങ്ങൾ, അല്ലേ, നൂറ്റാണ്ടുകൾ ശൂന്യമായി കിടന്നു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് നിങ്ങൾ പറയുവോളം, കർത്താവിൻ്റെ നാമത്തിൽ വന്ന യേശുവിനെ അവർ അംഗീകരിച്ചില്ല, അല്ലേ? നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു പ്രോഫറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിലാണ് യേശു അത് തൻ്റെ ആ നിലവിളി അവസാനിപ്പിക്കുന്നത്. നമ്മൾ ഈ ആഴ്ച കൂടുതൽ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കും, യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചൊക്കെ. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിച്ചത് യേശുവിൻ്റെ രാജകീയ പ്രവേശനമാണ്. അത് അവസാനിച്ചത് ഒരു നിലവിളിയിലായിരുന്നെന്നും കൂടെ നമ്മളിപ്പോൾ കണ്ടു. യേശു കരഞ്ഞു, അല്ലേ? എന്തിനൊക്കെയാണ്? പീപ്പിൾ മിസ് ദെയർ മൊമെൻറ്റ്. അവരുടെ സമാധാനത്തിനുള്ള സമയമായിരുന്നു, പക്ഷെ അവർക്കത് തിരിച്ചറിയാൻ പറ്റിയില്ല. യേശുവിനെ ക്രൂശിക്കുക എന്ന് അവർ നിലവിളിച്ചു. പ്രിയമുള്ളവരെ, അത് നമ്മളെ ഒന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയാനിടയായത്? അവർ പ്രതീക്ഷിച്ചത് ഒരു കുതിരപ്പുറത്ത് വന്ന് റോമൻ സൈന്യത്തെയും ചക്രവർത്തിയും ഒക്കെ നിരപ്പാക്കിയിട്ട് വരുന്ന ഒരു രാജാവായിട്ടാണ്. ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല ദൈവത്തിൻ്റെ പ്രവൃത്തി. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? നമ്മളുടെ രീതിയിൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ ദൈവത്തെ അംഗീകരിക്കാവുന്ന. പക്ഷേ ദൈവത്തെ നമ്മൾ മിസ് ചെയ്യാറുണ്ടോ? അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു വ്യക്തിയായിട്ടാണോ ചിന്തിക്കുന്നത്? യഹൂദന്മാരെന്താ അവരാഗ്രഹിച്ച യേശുവിൽ നിന്ന്? അൾട്ടിമേറ്റ്ലി അവരാഗ്രഹിച്ചത് ഞങ്ങളുടെ ഈ സർക്കംസ്റ്റൻസസ് ഒക്കെ മാറ്റിത്തരുന്ന ഒരു ദൈവത്തെക്കുറിച്ച്. ഞങ്ങളുടെ ഈ സാഹചര്യങ്ങൾ, ഞങ്ങളുടെ ഈ പീഡനങ്ങളൊക്കെ മാറ്റിത്തന്ന് ഞങ്ങൾക്കൊരു സ്വസ്ഥ ജീവിതം തരുന്നത്. ചിലപ്പോഴൊക്കെ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മിസ് ചെയ്തു പോകാറുണ്ടോ? യേശു എന്നാൽ അത് ചെയ്യാൻ ആഗ്രഹിച്ചു. എന്നാൽ ഏറ്റവും പ്രധാനമായി യേശു ചെയ്യാൻ ആഗ്രഹിച്ചെന്താണെന്നറിയോ? അവരുടെ സാഹചര്യങ്ങളെ മാറ്റുന്നതിലുപരിയായിട്ട് അവരെ തന്നെ ഒന്ന് മാറ്റുവാൻ തൻ്റെ സെർമൺ ഓൺ ദ മൗണ്ടിൽ അവരുടെ ഹൃദയങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നമ്മൾ ചുറ്റുമുള്ള അനീതികൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അനീതിയെ കാണാതെ പോകുന്ന, മിസ് ചെയ്തു പോകുന്ന കാര്യങ്ങൾ യേശുവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. യേശുവിൻ്റെ മാർഗം അതായിരുന്നു. ഇവരൊരു പൊളിറ്റിക്കൽ മിസ്സായ ചിന്തിച്ചപ്പോഴത്തേക്ക് സകല ജനങ്ങളുടെയും ഹൃദയത്തിൽ രാജാവായി വാഴുന്ന ദൈവരാജ്യം, ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ജീവിക്കുന്ന പ്രജകളാകുന്ന തൻ്റെ അനുയായികളെ സൃഷ്ടിക്കുവാൻ കർത്താവ് ആഗ്രഹിച്ചു. ഹല്ലേലൂയ. അവർ ലവ് റിജക്റ്റ് ചെയ്തു. അതേ കർത്താവ് കൊടുത്ത സ്നേഹം, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കും പോലെ എനിക്ക് ചേർക്കാൻ എത്രയോ വട്ടം ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്ന, അല്ലേ? പല വട്ടം കർത്താവ് അത് ശ്രമിച്ചെങ്കിലും അവർക്കത് മിസ്സായിപ്പോയി. അതും നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എത്രയോ പ്രാവശ്യം ദൈവത്തിൻ്റെ സ്നേഹമുള്ള വചനങ്ങൾ ദൈവത്തോട്ട് അടുത്തു വിടുവാൻ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോഴും അത് റിജക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓടുകയാണോ? അത് നമ്മളെ ഓർപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. ജഡ്ജ്മെൻറ്റ് ഈസ് റിയൽ, ബട്ട് ഇറ്റ്സ് അവോയ്ഡബിൾ. ന്യായവിധി തീർച്ചയായിട്ടുള്ള കാര്യമാണ്, പക്ഷെ അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പക്ഷെ അവർക്ക് അതിന് സാധിക്കാതെ പോയി. അവർക്ക് അവരുടെ കണ്ണുകൾ തുറക്കാഞ്ഞത് കൊണ്ട്, അല്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കുക, ഈവൻ ശിഷ്യന്മാർ പോലും അവിടം തൊട്ട് അവർ അങ്കലാപ്പിലാകാൻ തുടങ്ങി. യൂദാസ് ഇസ്കറിയാത്ത് ട്രയംഫൽ എൻട്രിയുടെ സമയത്ത് ചിന്തിച്ചുവാണ്, യേശു രാജാവാകുമായിരിക്കുമെന്ന്. സെബദി പുത്രന്മാർ വിചാരിച്ചു യേശു രാജാവായിട്ട്. അതിൻ്റെ തലേദിവസമൊക്കെ ചോദിക്കുന്നുണ്ട് അവർ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഒരു സ്ഥലത്ത് എൻ്റെ ഒരു മോനെ യാക്കോബിനെ ഇപ്പുറത്ത് യോഹന്നാനെ ഇരുത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ വിചാരിക്കുന്നത് യേശു ഇപ്പോൾ രാജാവായി വരുമെന്നാ. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം മാറുകയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പദ്ധതി അവിടെ നിറവേറ്റപ്പെടുകയായിരുന്നു, അല്ലേ? യേശുവിൻ്റെ ക്രൂശീകരണം. നമുക്ക് ഈ ആഴ്ചകളിൽ ഇത് കൂടുതലായിട്ട് ധ്യാനിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു.